പോലെ ദൈവസ്ഥാനത്ത് ഞങ്ങളെ രാത്രിയായി മാറട്ടെ. അസാധാരണമായി സംഭവിക്കുന്ന രാത്രിയായി മാറട്ടെ. കർത്താവ് വെല്ലുവിളികളെ തകർന്നു മാറുന്ന രാത്രിയായി മാറട്ടെ. പ്രതികൂലങ്ങളെ പ്രതിസന്ധികളെ ഉടച്ചു കളയുന്ന രാത്രിയായി മാറട്ടെ. അസാധാരണമാകുന്ന ദൈവമഹത്വം ഇന്ന് രാത്രികാലം വെളിപ്പെടുന്ന രാത്രിയായി മാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഭയങ്കര സാന്നിധ്യം ഞങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ അളവറ്റ സാന്നിധ്യം ഞങ്ങളുടെ മേലൊന്ന് വെളിപ്പെടണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ വലിയ ശക്തി ഞങ്ങളുടെ മേലൊന്ന് വെളിപ്പെടണമേ. നിങ്ങൾ ശക്തി ലഭിച്ചാൽ യെരൂശലേമും യഹൂദ ശമരിയ ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് കർത്താവ് ഞങ്ങളോട് പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതേ കർത്താവെ, ഇന്ന് രാത്രികാലം മനുഷ്യനിട്ടിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഇട്ടിരിക്കുന്ന ചില അതിർവരമ്പുകളെ നീക്ക കേക്കത്തില്ല ഒന്നും. കേക്കാൻ വയ്യ പാസ്റ്റർ. സ്തോത്രം. രാത്രികാല സ്വർഗം ഞങ്ങളോട് ഇടപെടും. ദൈവം ഞങ്ങളോട് സംസാരിക്കും. വലിയ വിടുതലുകളെ ആത്മാവാകുന്ന ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തെടുക്കും. ഇരുട്ടിന്റെ സകല ആധിപത്യങ്ങളെ ഉടച്ചു കളയുന്ന ദൈവത്തിന്റെ അസാധാരണമാകുന്ന ശക്തി ഞങ്ങളുടെ മേലൊന്ന് വ്യാപരിക്കണമേ. രോഗികളായി ഭാരപ്പെടുന്നവർക്ക് അത്ഭുതകരമാകുന്ന ദൈവീയമാകുന്ന സൗഖ്യത്തെ ദൈവത്തിന്റെ ആത്മാവ് കൽപ്പിക്കണം. ഇന്ന് രാത്രികാലം തളർന്നിരിക്കുന്നവരെ ബലപ്പെടുത്തുന്ന ദൈവശക്തി വെളിപ്പെടണമേ. ഇന്ന് രാത്രികാലം വഴി അടഞ്ഞവർക്ക് വഴി തുറക്കുന്ന അസാധാരണമാകുന്ന ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രികാലം ചലിക്കണമേ. ഇന്ന് രാത്രികാലം കർത്താവിന്റെ ഭയങ്കരമാകുന്ന വിടുതലിന്റെ കരം ഞങ്ങൾക്ക് വേണ്ടി ചലിക്കുന്ന, അഭിഷേകത്തിന്റെ ശക്തി ചലിക്കുന്ന, ആത്മാവിന്റെ തേജസ്സിന്റെ കരം ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രികാല രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്ന, ശാപത്തിന്റെ കെട്ടുകൾ ഉടഞ്ഞു മാറുന്ന ദൈവപ്രവർത്തിയുടെ രാത്രികാലമായി മാറുവാൻ ഞങ്ങൾ ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധനാകുന്ന നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി കർത്താവിന് നന്ദി പറയുന്നു. എല്ലാ ചൊവ്വാഴ്ചകളും നടത്തപ്പെടുന്ന തേജസ്സിന്റെ രാത്രിക്കായി ഈ രാത്രികാലം തുറന്ന സ്വർഗത്തിന്റെ നടുവിൽ നിറഞ്ഞ ദൈവസാന്നിധ്യത്തിന്റെ അകത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുമ്പോൾ കർത്താവെ, നിന്റെ അതിമഹത്തായ സാന്നിധ്യത്തെ ഇന്ന് രാത്രികാലം ഞങ്ങൾ വ്യക്തമായി തിരിച്ചറിയുന്നു. അഭിഷേകത്തിന്റെ ഭയങ്കരമാകുന്ന സാന്നിധ്യം ഈ പ്ലാറ്റ്ഫോമിന്റെ അകത്ത് വെളിപ്പെടട്ടെ. പെയ്തിറങ്ങുന്ന മഴ പോലെ ദൈവ സാന്നിധ്യം ഇതിന്റെ അകത്ത് തുടരണമേ. രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരം, വചനത്തെ അയച്ച് വിടുവിക്കുന്ന ദൈവത്തിന്റെ കരം, ഇന്ന് രാത്രികാല ബന്ധനങ്ങളെ അറുത്തു കളയുന്ന അഭിഷേകത്തിന്റെ പുഷ്ടി ഇന്ന് രാത്രികാലം ഈ പ്ലാറ്റ്ഫോമിന്റെ അകത്ത് വെളിപ്പെട്ടു വരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിന് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളെ കർത്താവിന്റെ ആത്മാവ് ശാസിക്കണം. കർത്താവെ, ജോയിൻ ചെയ്ത എല്ലാ വ്യക്തിജീവിതങ്ങളെ ഓർക്കുന്ന ദൈവസേനയിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവിന്റെ ആത്മാവെ നീ അവിടെ നിന്ന് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ എന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം തലവണക്കിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവം ആശീർവദിച്ചാട്ടെ. ഇന്ന് രാത്രികാലം ഞങ്ങളുടെ മധ്യയിലേക്ക് സ്വതന്ത്രം ശുശ്രൂഷിക്കുവാൻ കടന്നു വന്ന സീംബ്ലു ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നലകളിൽ അതിശക്തമായി ഞങ്ങളുടെ മധ്യയിൽ ഉപയോഗിച്ചു. ഇന്ന് വ്യത്യസ്തമാകുന്ന നിലയിൽ നിലവാരങ്ങൾ അഭിഷേകത്തിന്റെ ശക്തിയാൽ ഞങ്ങളുടെ ദാസിയെ ഞങ്ങളുടെ മധ്യയിൽ ശക്തമായി ഉപയോഗിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവെ, ഞങ്ങളുടെ മധ്യയിൽ ഐക്യപ്പെടുന്ന ദൈവദാസിയെ ശക്തമായി വചനത്തിന്റെ അസാധാരണമായ വെളിപ്പാടിന്റെ അകത്തളത്തിൽ നിന്നുകൊണ്ട് ആത്മാവിൽ ശുശ്രൂഷിക്കാനുള്ള അഭിഷേകത്തെയും അധികാരത്തെയും ദൈവാത്മാവ് പകർന്നു കൊടുത്താട്ടെ. ഇന്ന് രാത്രികാലം കർത്താവ് ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കാലാവസ്ഥ എല്ലാം ദൈവം ഞങ്ങൾക്ക് അനുകൂലമാക്കും. മഹത്വമെല്ലാം ദൈവത്തിന് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ വീഡിയോകൾ ഓണാക്കുവാൻ പറ്റുന്നവരെല്ലാം ആമേൻ വീഡിയോകൾ ഓണാക്കുക. ആമേൻ. തുടർന്ന് നാം ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു പോവുകയാണ്. വിശേഷാൽ ആമേൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യയിലായിരിക്കുന്ന ക്രിസ്തുവിൽ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന കർത്താവിന്റെ ദാസി ഇന്ന് രാത്രികാലം നമ്മുടെ നടുവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ ദാസിയോടുള്ള വിശേഷപ്പെട്ട സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ എത്തരണത്തെ രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ ആരാധന നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത അസാധാരണമാകുന്ന ദൈവ സാന്നിധ്യത്തെ നമുക്ക് തിരിച്ചറിയുവാൻ പറ്റി. ഇന്ന് രാത്രികാലം ഓർക്കുക, ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള തെളിവ് എന്താണ്? ദൈവത്തിന്റെ സാന്നിധ്യം. ആമേൻ. ആ സാന്നിധ്യമാണ് ഇന്ന് രാത്രികാലം നമുക്ക് വേണ്ടത്. ഇന്ന് രാത്രികാലം വളരെ പ്രതീക്ഷയോടെ, തികഞ്ഞ പ്രാർത്ഥനയോടെ നിങ്ങളെല്ലാം തങ്ങളുടെ വീഡിയോകൾ ഓണാക്കി ആമേൻ നാം എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ തന്നെ ദൈവ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസിയെ തുടർന്നുള്ള
ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് കർത്താവിന്റെ ദാസിക്ക് സമയങ്ങളെ കൈമാറുന്നു. അടുത്ത അരമണിക്കൂർ ആമേൻ കർത്താവിന്റെ ദാസൻ നമ്മുടെ നടുവിൽ ശുശ്രൂഷിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ കർത്താവിലേറെ ബഹുമാനിക്കുന്ന അനി ബേബി പാസ്റ്റർ, അതുപോലെ അനിൽ ജോർജ് പാസ്റ്റർ, ഹല്ലേലൂയ, ഇന്നലെ ഞങ്ങൾക്കും ഒരുമിച്ച് ശുശ്രൂഷിക്കാൻ അവസരം നൽകി തന്ന പ്രിയ ബ്ലെസി സിസ്റ്റർ, ആമേൻ സ്തോത്രം. എല്ലാവർക്കും കൂടി വന്ന എല്ലാവർക്കും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ കേൾക്കാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേൾക്കാമോ? ശബ്ദം ഇച്ചിലൂടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേൾക്കാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. 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 സ്തോത്രം കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദേവദാസൻ അനി ബേബി പാസ്റ്റർ, അതുപോലെ അനിൽ ജോർജ് പാസ്റ്റർ, ബ്ലെസി സിസ്റ്റർ, ആമീൻ സ്തോത്രം. എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ, അതുപോലെ കൂടി വന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ആമീൻ സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു സമയം ദൈവം നമുക്കെല്ലാം ഒരുക്കി തന്നല്ലോ. ആമീൻ. കർത്താവിന്റെ വലിയൊരു ഹല്ലേലൂയ ആത്മസാന്നിധ്യം അനുഭവിച്ചറിയുവാൻ, നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നമ്മുടെ കർത്താവിനെ ആരാധിച്ച് മഹത്വം കൊടുക്കുവാൻ, നമ്മളെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ, ആമീൻ സ്തോത്രം, നന്മകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ആമീൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയൊരു കൃപ അനുഭവിപ്പാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ആമീൻ സ്തോത്രം. 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 ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥാ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥാ. मोहब्बत है, मोहब्बत है, मोहब्बत है यीशु से, मोहब्बत है, मोहब्बत है, मोहब्बत है यीशु से. हर पल यीशु के संग में, हर रोज उसके सहारे, हर पल यीशु के संग में, हर रोज उसके सहारे. जुदा में हो नहीं सकती तुझसे मेरे यीशु प्यारी, जुदा में हो नहीं सकती तुझसे मेरे यीशु प्यारी. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാൻ ഇല്ലല്ലോ, അങ്ങേ
ധരയിൽ അങ്ങേ പിരിഞ്ഞുന്നോ അങ്ങേ മറന്നും യാതൊന്നും ചെയ്യാൻ ഇല്ലല്ലോ അങ്ങേയല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ സ്നേഹിക്കുന്നേ 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 യേശുവേ സ്നേഹിക്കുന്നേ 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 യേശുവേ हर पल यीशु के संग में हर रोज उसके सहारे हर पल यीशु के संग में हर रोज उसके सहारे जुदा में हो नहीं सकती तुझसे मेरे यीशु प्यारी जुदा में हो नहीं सकती तुझसे मेरे यीशु प्यारे मोहब्बत है मोहब्बत है मोहब्बत है यीशु से मोहब्बत है मोहब्बत है मोहब्बत है यीशु से तू ही मुझे तृप्त करता है जीवन की रोटी तू है प्यास बुझाए जो जीवन का झरना तू प्यासी हूँ मैं तेरी यीशु तू ही मुझे तृप्त करता है जीवन की रोटी तू है प्यास बुझाए जो जीवन का झरना तू प्यासी हूँ मैं तेरी यीशु സ്നേഹിക്കുന്നേ 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 യേശുവേ സ്നേഹിക്കുന്നേ 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 യേശുവേ സ്നേഹിക്കുന്നേ 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 യേശുവേ സ്നേഹിക്കുന്നേ 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 യേശുവേ ഹല്ലേലൂയ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുവാൻ ആമേൻ ഹാലെ നമുക്ക് ഭാഗ്യം ലഭിച്ചല്ലോ കർത്താവ് പറയുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആദ്യം നമ്മളെ സ്നേഹിച്ച് നമ്മുടെ കർത്താവ് ആ സ്നേഹം നമ്മളെ തേടി വന്നു ആ സ്നേഹത്താൽ നമ്മളെ വീണ്ടെടുത്തു ആമേൻ സ്തോത്രം മനസ്സലിവിനാൽ ആമേൻ നമ്മളെ ചേർത്ത് പിടിച്ച ദൈവത്തിന്റെ സ്നേഹം ഓർക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാതിരിക്കാൻ ആമേൻ നമ്മുടെ കർത്താവിനോട് ചേർന്നിരിക്കാതിരിക്കാൻ നമുക്ക് കഴിയത്തില്ല ആമേൻ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ കർത്താവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല ഞാനാകുന്നത് ദൈവത്തിന്റെ കൃപയാൽ എന്ന് പറയുന്ന പോലെ ആമേൻ സ്തോത്രം നമ്മൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത്
ദൈവത്തിന്റെ കരുണയും കൃപയും ഒന്ന് മാത്രമാ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് ജീവന്റെ അപ്പം നൽകുന്ന, നമ്മുടെ ദാഹത്തെ ശമിപ്പിക്കുന്ന, നമുക്ക് എന്നും ജീവിക്കാനുള്ള ഹല്ലേലൂയ ബലം നൽകുന്ന നമ്മുടെ കർത്താവ്, ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സ്നേഹവും കരുതലുമാ ഹല്ലേലൂയ ഇന്ന് നാം ഇങ്ങനെ ആയിരിക്കുന്നത്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് പറയാം, ഹല്ലേലൂയ, കർത്താവേ ഞങ്ങൾ നിന്നതല്ല, ദൈവമേ അങ്ങ് ഞങ്ങളെ നിർത്തിയത്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങൾ നിന്നതല്ല കർത്താവേ. ആമേൻ, സ്തോത്രം. ഉടവലബ ശംധുരി അംദലെ ഉടരാജനാംധര, ഹല്ലേലൂയ. ഞങ്ങളെ നിർത്തിയ ദൈവകൃപയ്ക്കായി ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങൾ എത്രയോ അങ്ങനെ അകന്നു മാറിയ ദിനരാത്രങ്ങള്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. പക്ഷേ ഞങ്ങളെ തേടി വന്ന് വീണ്ടും ഞങ്ങൾക്ക് ബലം നൽകി അങ്ങയോട് അടുപ്പിച്ച ദൈവ സ്നേഹം, ഹല്ലേലൂയ. ഓറമന ശംധുര അന്തലയുടെ രാജനാംധര വൈഡക രാജസ്യ. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾ ചിന്തിച്ച ദൈവമേ, അങ്ങ് ഞങ്ങളെ മറന്നു കളഞ്ഞോ എന്ന് ഞങ്ങൾ നിരൂപിച്ച നാളുകള്. യെസ്, ആമേൻ, ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ കാണുന്നില്ലേ എന്ന്, യെസ്, ഹല്ലേലൂയ, ഞങ്ങൾ ചിന്തിച്ച ദിനരാത്രങ്ങളുണ്ട്. ഞങ്ങളുടെ നിലവിളി അങ്ങ് കേൾക്കുന്നില്ലേ അപ്പാ, ഹല്ലേലൂയ. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് പറയാം, ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ നിലവിളി കേൾക്കുന്ന ദൈവമാ. യെസ്, പ്രാർത്ഥിച്ച അനവധി വിഷയങ്ങൾക്ക് ഉത്തരം നൽകി നമ്മൾ ഇന്ന് ജയത്തോടെ നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം, ഹല്ലേലൂയ. ഉടരാജനാംധര വൈഡക രാജസ്യ അന്തലേഷികേതികാരഘടക ശാംതുരരബസ്യ. നമ്മുടെ കർത്താവിനെ നമുക്ക് വീണ്ടും ഹല്ലേലൂയ മഹത്വം കൊടുത്ത് ആമേൻ സ്തുതിക്കാം. ആമേൻ, ഹല്ലേലൂയ. യെസ്, ആമേൻ. ഉടവലബ ശാംതുരരബസ്യ, ഹല്ലേലൂയ. യെസ്, ആമേൻ. ഞാൻ ഒത്തിരി തവണ പാടിയിട്ടുള്ള പാട്ട് ആമേൻ, സേനാവോം ക യഹോവ ഹമാരേ സംഗ് സംഗ് ഹേ. ആമേൻ. ഇന്നും ദേവദാസൻ അടിയനോട് അറിയിച്ചു ഈ പാട്ട് ആമേൻ പാടി, ഹല്ലേലൂയ, നമുക്ക് ഒന്നിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിക്കണമെന്ന്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആ പാട്ട് തന്നെ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ പാടി നമുക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപ ഏറ്റെടുത്ത് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ആമേൻ, സ്തോത്രം, നമുക്ക് ദൈവത്തെ മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. सेनाओं का यहोवा हमारे संग संग है, याकूब का परमेश्वर हमारा ऊंचा गढ़ है. सेनाओं का यहोवा हमारे संग संग है, याकूब का परमेश्वर हमारा ऊंचा गढ़ है. जिसने आकाश बनाया, जिसने पृथ्वी बनाई, जो सर्वशक्तिमान प्रभु है, वो यहोवा हमारे संग संग है. जो सर्वशक्तिमान प्रभु है, वो यहोवा हमारे संग संग है. सेनाओं का यहोवा हमारे संग संग है, याकूब का परमेश्वर हमारा ऊंचा. आमीन. सेनाओं का यहोवा हमारे संग संग है, याकूब का परमेश्वर हमारा ऊंचा गढ़ है. जिसने आकाश बनाया, जिसने पृथ्वी बनाई, जो सर्वशक्तिमान प्रभु है, वो यहोवा हमारे संग संग है. जो सर्वशक्ति
എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. പരീക്ഷ
നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓർക്കുവാനുണ്ട്. നാം കടന്നുപോയി എത്രയോ നാളുകൾ, എത്രയോ ജയത്തിന്റെ നാളുകൾ, എത്രയോ പ്രാർത്ഥനയുടെ മറുപടി ലഭിച്ച ദിനരാത്രങ്ങൾ. നമുക്ക് ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. ആമേൻ ഹല്ലേലൂയ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ യെസ് ആമേൻ ഹുഡബലബശംതുരബസിയ. നമ്മുടെ ചുറ്റുമുള്ളവർ പറയും ആമേൻ സ്തോത്രം ഹല്ലേലൂയ നമുക്കൊരു വിടുതലില്ലെന്ന്. പക്ഷേ ദൈവം പറയുന്നു ഞാൻ നിനക്ക് അനുകൂലം. യെസ് എങ്കിൽ നിനക്ക് പ്രതികൂലമായി നിൽക്കുന്നത് ആര്? ആമേൻ ഹുഡബലബശംതുരബസിയ. യെസ് ആമേൻ ഹുഡബലബശംതുരെ. നമ്മളോട് വാദിക്കുന്നവരോട് വാദിക്കുന്ന, യെസ് നമ്മളോട് പൊരുതുന്ന സൈന്യങ്ങളുടെ യഹോവ, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന നമ്മുടെ കർത്താവ്, ആമേൻ ഹല്ലേലൂയ, അത്ഭുത മന്ത്രിയായ നമ്മുടെ ദൈവം. ഓ റമനശംതുരബസിയ. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് ദൈവം പറയുകയാമേ സ്തോത്രം ഹല്ലേലൂയ. അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കത്രേ. നാം കടന്നു പോകുന്ന ഏതെങ്കിലും സാഹചര്യങ്ങൾ ഇപ്പോൾ നമ്മളെ ക്ഷീണിപ്പിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ മടുപ്പിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ ഹല്ലേലൂയ നമ്മുടെ ധൈര്യത്തെ കെടുത്തി കളയുന്നുണ്ടെങ്കിൽ ദൈവം പറയുന്നു അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്ക്. ദൈവനാമം മഹത്വപ്പെടുവന് ഹല്ലേലൂയ. ഉടരാജനാന്തര വൈഡകരാജസ്യ. കർത്താവിൽ ബലപ്പെടുവാൻ, കർത്താവിൽ ബലപ്പെടുവാൻ. യെസ് ആമേൻ ക്ഷീണിച്ചു പോകുവാനല്ല, യെസ് തളർന്നു പോകുവാനല്ല. യെസ് ആമേൻ ഹല്ലേലൂയ. ഉടവലവശംതുരബസിയ. യെസ് ആമേൻ ഹുഡരാജനാന്തര വൈഡകരാജസ്യ. ചിലർക്ക് മുൻപായി ഓടുവാൻ, യെസ് ആമേൻ ഹല്ലേലൂയ, ചിലർക്ക് മുൻപായി ഓടുവാൻ. യെസ് ആമേൻ അമിതമായ ഫലം ദൈവം പകരുകയാ. ഉടരാജനാന്തര വൈഡകരാജസ്യ. യെസ് ആമേൻ ചിലർക്ക് മുൻപായി ഓടുവാൻ. ഉടവലവശംതുരബസിയ. ഹല്ലേലൂയ. പലരും മുന്നിലോടി ക്ഷീണിച്ചിരിക്കാം. യെസ് ആമേൻ ചുറ്റിലും പലരും ക്ഷീണിച്ചെന്ന് പറഞ്ഞേക്കാം. പക്ഷേ നമ്മുടെ നോട്ടം നമ്മുടെ കർത്താവിന്റെ മുഖത്തേക്കാണെങ്കിൽ ചിലർക്ക് മുൻപായി ഓടി യെസ് ആമേൻ ദൈവത്തിന് വേണ്ടി അതിശക്തമായി പ്രയോജനപ്പെടുവാൻ കർത്താവ് ഈ നാളുകളിൽ നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ. ഉടരാജനാന്തര വൈഡകരാജസ്യ. നമ്മുടെ ചുറ്റും ഹല്ലേലൂയ നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് ഓടാൻ സാധിച്ചെന്ന് വന്നേക്കത്തില്ല. നമ്മൾ തളർന്നു പോയേക്കാം. നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് നോക്കിയാൽ നാം ചിലപ്പോൾ തളർന്നു പോയേക്കാം. പക്ഷേ നമ്മളെ സ്നേഹിച്ചൊരു ദൈവമുണ്ട്, നമ്മളെ കരുതുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ഉടരാജനാന്തര വൈഡകരാജസ്യ. എന്തിനെന്ന് ചോദിക്കുന്നില്ലെന്ന് ഹല്ലേലൂയ പറയുവാൻ, ആമേൻ പാടുവാൻ നമുക്ക് എളുപ്പമാ. പക്ഷേ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ പലപ്പോഴും നമുക്ക് ഹല്ലേലൂയ നാം തളർന്നു പോയേക്കാം. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ നാം തളർന്നു പോകുവാനല്ല, യെസ് നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. തക്ക സമയത്ത് നമുക്ക് വേണ്ടത് നൽകി തരുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഉടരാജനാന്തര വൈഡകരാജസി. അന്തലെ ഉടരാജനാന്തര വൈഡകെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ റമനശംതു. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ ദോഷമായി നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു. ഞാൻ ദോഷമായി നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു. എങ്കിലും കാണിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ, എങ്കിലും കാണിഞ്ഞു നീ.
തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം. ഞാൻ നാട്ടൊലിവായി തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം. എങ്കിലും ഈ കൊമ്പിനെ തള്ളിയില്ലേ ഏഴായേ. എങ്കിലും ഈ കൊമ്പിനെ തള്ളിയില്ലേ ഏഴായേ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ സ്നേഹം ഓർത്താലേ ആമേൻ സ്തോത്രം. എത്ര പാടിയാലും നമുക്ക് മതി വരത്തില്ല, എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. യെസ്, നമ്മുടെ പാപങ്ങളെല്ലാം ഇരിക്കുമ്പോൾ തന്നെ നമ്മളെ സ്നേഹിച്ച നമ്മുടെ ദൈവമാ. ഹല്ലേലൂയ. നമ്മുടെ സാഹചര്യങ്ങളിൽ പലരും നമ്മളെ മാറ്റി നിർത്തിയപ്പോഴും നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മുടെ കർത്താവ് മാത്രമാ. ആ ദൈവ സ്നേഹത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ഹല്ലേലൂയ മഹത്വം കൊടുക്കാം. ഇത്രയും സമയം ദൈവത്തെ സ്തുതിപ്പാൻ ആരാധിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. കർത്താവിന്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം. അവസരം നൽകിയ ദേവദാസോട് നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. ഒത്തിരി പ്രിയപ്പെട്ട ദേവദാസനും ദാസിയൊക്കെ എല്ലാവരും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. ഹല്ലേലൂയ. അവരെല്ലാവരും കണ്ടതിനായി ഹല്ലേലൂയ ഒത്തിരി സന്തോഷം. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ സ്തോത്രം. താങ്ക് യു ദൈവദാസിയെ. ദൈവം ഒത്തിരി മാനിക്കട്ടെ. ഇന്ന് രാത്രികാലം ഐശ്വര്യമായ നിലയിൽ ഞങ്ങളുടെ മധ്യയിൽ വന്ന് ശക്തമായി ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ കർത്താവിന്റെ ദാസിയോടുള്ള പ്രത്യേകമാകുന്ന നന്ദിയും വന്ദനത്തെ ഇത്തരണത്തിൽ രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ വീഡിയോകൾ ഓണാക്കുവാൻ പറ്റുന്നവരെല്ലാം വീഡിയോകൾ ഓണാക്കിയാട്ടെ. തുടർന്ന് നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ ചൊവ്വാഴ്ചകളും നടക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയുടെ നല്ല രാത്രി കർത്താവായ യേശുവിന്റെ വരവ് താമസിച്ചുകൊണ്ട് ഈ ഭൂമിയുടെ പരപ്പിൽ ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് നമുക്ക് ഒരുമിച്ചായിരിക്കാൻ സർവശക്തനാകുന്ന ദൈവം ഒരുക്കിയ അവസരങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൽ ആദരിക്കുന്ന ഒത്തിരി അഭിഷക്തന്മാർ, ദൈവദാസിമാർ ഇന്ന് രാത്രി നമ്മുടെ മധ്യയിലുണ്ടല്ലോ. വിശേഷാൽ നമ്മുടെ മധ്യയിൽ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന കർത്താവിന്റെ ദാസിയെ ഇന്ന് രാത്രികാലം അതിശക്തമായി പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുവാൻ വചനത്തിന്റെ ശക്തിയാലും ആത്മാവിന്റെ വലിയ നിറവിനാലും പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം തന്റെ ദാസിയെ ശക്തമായി വചനത്തിന്റെ ദൂതുവാഹിയായി ഈ രാത്രികാലം നമ്മുടെ നടുവിൽ ഉപയോഗിക്കുവാൻ വളരെ പ്രാർത്ഥനയോടുകൂടെ തന്നെ ദൈവസനയിലായിരിക്കുക. ഇന്ന് രാത്രി ഐശ്വര്യമായി നമ്മുടെ നടുവിൽ ശുശ്രൂഷ കർത്താവിന്റെ ദാസി സിംബ്ലു ആന്റിയെ, തന്റെ കുടുംബത്തെ ആമേൻ ശുശ്രൂഷകളെ ഓർത്ത് നമുക്ക് ദൈവസനയിൽ പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രികാലം ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. രോഗികളായി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് അത്ഭുതകരമായ സൗഖ്യത്തെ ദൈവോട് നൽകി കൊടുക്കട്ടെ. അടയപ്പെട്ട വഴികൾക്ക് മുമ്പാകെ നിൽക്കുന്നവർക്ക് അത്ഭുതകരമായ വഴികളെ പരിശുദ്ധാത്മാവ് തുറന്നു കൊടുക്കട്ടെ. ജീവിതത്തിൽ നിരാശപ്പെട്ടു പോകുന്ന ഒത്തിരി വേദനയുടെ അനുഭവ തലത്തിന്മേൽ ഇന്ന് രാത്രികാലത്ത് ദൈവോധന ശുശ്രൂഷ വലിയൊരു വിടുതലായി മാറട്ടെ. തലമുറയുടെ വിഷയങ്ങൾക്ക് നടുവിൽ ഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്ക് ഇന്ന് രാത്രികാലത്തെ ശുശ്രൂഷ വലിയ അനുഗ്രഹവും വലിയ ദൈവ പ്രവർത്തികൾക്കും കാരണമായി തീരട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകളെ അടച്ചു വളരെ പ്രതീക്ഷയോടെ തികഞ്ഞ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധത്തോടെ നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ രണ്ടുപേർ ഇന്ന് രാത്രികാലത്തെ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ നമ്മളെ പ്രാർത്ഥനയിൽ സഹായിക്കുമല്ലോ. ആമേൻ സ്തോത്രം. കർത്താവിന്റെ ദാസി ലിറ്റിൽ സുരേഷ്, അതിനുശേഷമായി കർത്താവിന്റെ ദാസൻ ആമേൻ നമ്മുടെ മധ്യയിലുണ്ടല്ലോ മാത്യു വർഗീസ്. കർത്താവിന്റെ ദാസൻ ആമേൻ സ്തോത്രം. ഇന്ന് രാത്രികാലം പ്രാർത്ഥനയിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. ഇന്ന് രാത്രികാലം ആമേൻ സ്തോത്രം പറയപ്പെട്ട വിഷയങ്ങളെ ഓർത്ത് തുടർന്ന് നടക്കുന്ന ആത്മീയ ശുശ്രൂഷകളെ വഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവർ പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. സ്വർഗം സിംഹാസനം, ഭൂമി അങ്ങയുടെ പാദപീഠമാകുന്നല്ലോ കർത്താവേ. അങ്ങയുടെ പാദപീഠത്തിലേക്ക് കർത്താവേ ഞങ്ങൾ കർത്താവേ സുഖമായി ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് വരുന്നു നാഥാ. യേശുവേ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞങ്ങളെ സൂക്ഷിച്ച ദൈവമേ, ഈ നല്ല സമയം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ കുറവുകളെല്ലാം ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ.
ഞങ്ങളുടെ പാപക്കറകളെല്ലാം കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. കർത്താവെ മീറ്റിങ്ങിനെ കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നപ്പാ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവെ. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. തുടർമാനമായി കർത്താവെ നടന്നു വരുന്ന കർത്താവെ ചൊവ്വാഴ്ച മീറ്റിങ്ങിനെ ഓർത്ത് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനേകം കർത്താവെ വിഷയങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവെ പ്രവർത്തിച്ച ദൈവമേ കർത്താവെ, അനേകം കർത്താവെ ആശ്വാസകരമായി കർത്താവെ ഞങ്ങൾക്ക് ദൂതുകളെയൊക്കെ തന്ന് കർത്താവെ കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങൾക്ക് കർത്താവെ സമാധാനത്തിലൂടെ കർത്താവെ നയിക്കുവാൻ കർത്താവ് ഇടയാക്കിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ഈ മീറ്റിംഗ് അനേകർക്ക് കർത്താവെ ആശ്വാസമായി തീരുന്ന വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ ദാസനെ കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശുശ്രൂഷകളെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. രണ്ട് സഭയും കർത്താവ് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശ്രേഷ്ഠദാസനെ കർത്താവെ എടുത്ത് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അനേകം പേർക്ക് കർത്താവെ ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ കർത്താവ്. എല്ലാ പ്രാർത്ഥന വിഷയങ്ങൾ ദൈവപ്രവൃത്തി നടക്കുവാൻ ഇടയാക്കണമേ എന്ന് കുടുംബമായി ഏൽപ്പിക്കുന്നു കർത്താവ്. സൂക്ഷിക്കുകയും പരിപാലിക്കുകയും യാത്രയിലെല്ലാം ദൈവം കരുതിക്കൊള്ളുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനിൽ ജോർജ് പാസ്റ്ററേയും കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശുശ്രൂഷകളെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവെ. കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, അങ്ങ് ദൈവിഷ്ടപ്രകാരമുള്ള ശുശ്രൂഷകളൊക്കെ ആ ദേശത്തിൽ ചെയ്തെടുക്കുവാൻ അനേകർക്ക് വിടുതൽ കിട്ടുവാൻ തക്കവണ്ണമായി ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഇന്നത്തെ വചന ശുശ്രൂഷ കർത്താവെ ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ കർത്താവെ, ദാസിയിൽ കൂടെ നല്ല ദൂതുകൾ കേൾപ്പാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. വർഷിപ്പ് ചെയ്ത ദാസിയെ കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനുഗ്രഹിക്കണമേ കർത്താവെ. അനേകം വേദികളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നല്ല വർഷിപ്പ് ചെയ്യുവാനുള്ള കൃപകളെ കൊടുത്തതിനായി സ്തോത്രം കർത്താവ്. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവെ, പാടുവാൻ, ആരാധിപ്പാൻ, നൃത്തം ചെയ്യുവാൻ കർത്താവ് ഇടയാക്കിയതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന അപ്പ കർത്താവ്. ഇനി ഇതിലകത്ത് കർത്താവ് ഇരിക്കുന്ന കർത്താവിന്റെ ദാസൻ ദാസിമാരെ എല്ലാം കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരുടെ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പുതുതായി കടന്നു വരുന്നവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവ്. വീണ്ടും പുതിയ ആത്മാക്കളെ കർത്താവെ കൂടി വരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അനേകർക്കൊരു വിടുതലായി തീരുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സിസ്റ്ററേയും ദൈവത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദാസിയുടെ എല്ലാ കർത്താവെ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തുടക്കം മുതൽ അവസാനം വരെ ദൈവത്തിന്റെ സാന്നിധ്യം കൃപയും കർത്താവ് ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളെയും കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് വീണ്ടും നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമാവുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹമേറിയ നല്ല സായം സന്ധ്യയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തിരുനാമത്തെ ഉയർത്തുവാൻ, നിങ്ങളുടെ സന്നിധി കടന്നു ഒന്നിച്ചങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഭൂമിയിൽ ഒരു സാവകാശം അങ്ങ് ഞങ്ങൾക്ക് ദാനം ചെയ്തത് ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. വ്യത്യസ്തമായ ടൈം സോണുകൾ, വ്യത്യസ്തമായ സാഹചര്യങ്ങൾ എന്തുകൊണ്ട് ഒന്നിച്ച് കർത്താവെ ആ പാതാന്തി അടുത്ത് വരുവാൻ, അപ്പാ പിതാവെ എന്ന് വിളിക്കുവാൻ പുത്രത്തിന്റെ അവകാശം ഞങ്ങൾക്ക് തന്ന് ഒന്നിച്ചങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഈ മൗന കർത്താവെ അങ്ങയുടെ ഈ അനുഗ്രഹീതമായ കർത്താവെ നല്ല സമയത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളെ സഹായത്തോളം സഹായിച്ച് നടത്തുന്ന ഞാൻ നന്ദിയോടെ സ്തോത്രം. രഹബോത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, എന്റെ ആത്മീയ അധ്യക്ഷനായി ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ സനി ബേബി, അദ്ദേഹത്തിന്റെ കുടുംബ അശ്വിൻ, അനി, കർത്താവെ കുഞ്ഞുങ്ങൾ, തലമുറകള്, കർത്താവെ സഭകള്, കർത്താവെ കൂട്ടായ്മകള്, കുടിവരവുകളൊക്കെ തിരുക്കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. തന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സമയം സഹകരിക്കുന്ന കർത്താവിന്റെ ദാസന്മാർ, പ്രത്യേകിച്ച് അമേൻ കർത്താവിന്റെ ദാസൻ അനി ജോർജ്, അതുപോലെ സസൂലു ശങ്കർ, ഇവരെയൊക്കെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒന്നിച്ചിരുന്ന് തിരുനാമത്തെ ഉയർത്തുവാൻ, ഒന്നിച്ച് ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ, വിവിധ രാജ്യങ്ങളിലൊക്കെ ഞങ്ങളെ ഒന്നിച്ച് കർത്താവ് കൂട്ടിവരുന്ന വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. ഇന്ന് രാത്രികാലം കർത്താവെ ആമേൻ ആത്മനിറവോടെ ആരാധിക്കുവാൻ, കർത്താവെ നേതൃത്വം കൊടുക്കുവാൻ, ഞങ്ങളുടെ കർത്താവെ ആത്മനിറവിൽ ദൈവസന്നിധി കർത്താവെ ഞങ്ങളെ ഒന്നിച്ച് ചേർത്ത് നിർത്തി ദൈവത്തെ ആരാധിയ കർത്താവിന്റെ ദാസി, കർത്താവെ വാത്സല്യ മുഴുവനായിട്ട് സ്തോത്രം. അജോ ദേവദാസനായിട്ട് സ്തോത്രം, അരമനായിട്ട് സ്തോത്രം, കുടുംബത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തിരുനാമത്തെ ഉയർത്തുവാൻ കർത്താവെ അനേകം പ്ലാറ്റ്ഫോമിൽ ദൈവം ഉയർത്തുന്നല്ലോ. ദൈവത്തെ പിന്നെ ശക്തീകരിക്കുവാൻ ദൈവത്തോടെ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം വചനഘോഷത്തിനായി കർത്താവിന്റെ ദാസി
കർത്താവെ സിസ്റ്റർ ബ്ലസീഷായി ചുങ്ങുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ദാസ്യ കർത്താവ് അഭിഷേകത്തോടെ നിർത്തണമേ. ആത്മാവിന്റെ കർത്താവെ ആമേ ശക്തിയോടെ ദൈവകൃപയിൽ ആശ്രയിക്കുന്ന രാത്രികാലം ബഹുനിശ്ചയത്തോടും ആമേ ദൈവകൃപയോട് മനസ്സ് സൂക്ഷിക്കുവാൻ കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ അവൻ ദൈവത്തിന്റെ ദൂതവാഹിയായി ഞങ്ങളുടെ വഹിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പാറയെ തകർക്കുന്ന ചുറ്റിയ, അതുപോലെ തന്നെ കർത്താവെ ഹൃദയത്തിന്റെ നിലവുകളെ നിലാവാരങ്ങളെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ വചനം ഇന്ന് ശക്തിയായി ദാസ്യ കർത്താവ് ഉപയോഗിക്കേണ്ടതാണ് ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവത്തിന്റെ ശബ്ദം, ആമേൻ കർത്താവെ, ആമേൻ കാദേശ് മരുഭൂമി നടക്കുന്ന ദൈവത്തിന്റെ ശബ്ദം ഇന്ന് രാത്രികാലം ഞങ്ങൾ ഒന്നിച്ചു കേൾക്കുമ്പോൾ ഞങ്ങളെ തന്നെ ഗുണീകരിക്കുവാൻ, ഞങ്ങളെ തന്നെ കർത്താവെ ദൈവസൻ ഒരുക്കപ്പെടുവാൻ, ഞങ്ങളെ തന്നെ ക്രമീകരിക്കുവാൻ, ആ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമായി തീരുമ്പോൾ രക്ഷിക്കപ്പെടുന്ന ഞങ്ങൾക്കത് കർത്താവെ ദൈവശക്തിയായി, ദൈവകൃപയായി, അനുഗ്രഹമായി, വിടുതലായി വ്യാപരിക്കേണ്ട ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസ്യെ ബലപ്പെടുത്തണമേ. ഇന്ന് രാത്രികാലം ശക്തമായിട്ട് ഞങ്ങളുടെ കരത്തിൽ ഉപയോഗിക്കണമെന്ന് അങ്ങയോട് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ലീഡ് ചെയ്യുന്ന ദൈവദാസന്മാരും അവനെ കർത്താവെ വചനം കേൾക്കുന്ന കർത്താവെ ദാസിമാർ ദാസന്മാർ ഞങ്ങൾ ഒന്നിച്ച് ഈ വചനത്തെ ശ്രമിക്കുമ്പോൾ ഞങ്ങളുടെ കർത്താവെ കാതിൽ കൂടി കേൾക്കുന്ന വചനം അത് കെടാത്ത അഗ്നിയായി അണയാത്ത തീയായിട്ട് കർത്താവിൽ ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഹൃദയത്തിന്റെ ആമേൻ കർത്താവെ മാംസ പലകൾ എഴുതുവാൻ ഇന്ന് രാത്രികാലം ദൈവം സഹായിക്കേണ്ട ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആമേൻ നിത്യത വരെ കൊണ്ടെത്തിക്കുന്ന വചനമായി തീരുവാൻ, കർത്താവെ നശിച്ചു പോകുവാനല്ല, പിന്നെയോ കർത്താവ് ദൈവരാജ്യത്തിന്റെ കർത്താവ് പ്രയോജനപ്പെടുമാറ് ദൈവനാമ മഹത്വത്തിന് വേണ്ടി കർത്താവ് ഉപയോഗിക്കേണ്ടതായിട്ട് ഇന്നത്തെ ശുശ്രൂഷ അനുഗ്രഹമാക്കി തീർക്കണമേ. എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് സഹായിക്കണം. കർത്താവെ കൂടി വരുന്നപ്പെട്ട എല്ലാ ജീവിതങ്ങൾക്കായിട്ട് സ്തോത്രം. നിരാശയിലും വേദനയിലും ഭാരത്തോടെ കടന്നു വന്നവർക്ക് ആശ്വാസമായി തീരട്ടെ കർത്താവെ. ക്ഷീണിതർക്ക് ബലമായി തീരട്ടെ കർത്താവെ. ദുഃഖിതർക്ക് കർത്താവെ ആശ്വാസമായി തീരട്ടെ. നിരാശയോടെ വേദനയോടെ വന്നവർക്ക് സന്തോഷത്തിന്റെ ദൈവ കർത്താവെ സമയമായി തീരുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആമേൻ എക്സാം എഴുതുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫൈനാൻഷ്യൽ കർത്താവെ ആമേൻ പ്രയാസത്തിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വയനാട് ചുറ്റുപാടുകളെ ഞങ്ങൾ ഇന്ന് രാത്രികാലം ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്ന കർത്താവെ. വേദനയിലെ കർത്താവെ, ഉറ്റവരും ഒടിയോരും നഷ്ടപ്പെട്ടവരെ ആമേൻ കർത്താവെ സ്വത്രം എല്ലാം നഷ്ടപ്പെട്ട ജീവിതത്തിൽ കർത്താവെ കേഴുന്നവർക്ക് ആശ്വാസമായി തീരുവാൻ കർത്താവ് ഇടയാക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗിനെ തൃക്കരങ്ങൾ ഞങ്ങൾ ഉയർത്തിയ സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ എല്ലാ നിലയിലും ആമേൻ അനുഗ്രഹിക്കപ്പെട്ട കർത്താവ് സഹായിക്കണം. കർത്താവ് ആത്മാവിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങളെ ഇരുത്തണമേ കർത്താവെ. ദൈവപൂർവ്വം ഞങ്ങളെ പരിപാലിക്കണം. എല്ലാ മഹത്വവും തിരുമേനിയെടുക്കണമേ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവും അങ്ങയുടെ ഓമനപുത്രനുമായ യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പ്രാർത്ഥനയായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയിൽ ഇന്ന് രാത്രികാലം ഞങ്ങളെ സഹായിച്ച കർത്താവിൽ ബഹുമാന്യ ദൈവദാസനോടും കർത്താവിന്റെ ദാസിയോടുള്ള നന്ദിയെയും സ്നേഹത്തെയും രേഖപ്പെടുത്തുന്നു. രഹബോത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ ചൊവ്വാഴ്ചകളും നടക്കുന്ന മീറ്റിംഗിന്റെ ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സർവശക്തനാകുന്ന ദൈവം ഒരുക്കിയ അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ആത്മമണവാളനാകുന്ന യേശു കർത്താവിന്റെ വരവ് താമസിച്ചുകൊണ്ട് മണവാട്ടിയായ സഭയ്ക്ക് മണവാളിനോട് ഒത്തൊരുമിച്ച് ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് നമുക്കായിരിക്കാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായ സ്തോത്രം. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസന്മാരും കർത്താവിന്റെ ദാസിമാർക്കും വിശേഷാൽ വചനത്തെ അറിയിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ അനിൽ ജോർജ് പാസ്റ്റർ, കർത്താവിന്റെ ദാസൻ മറ്റൊരു സൂം കഴിഞ്ഞാണ് പെട്ടെന്ന് ജോയിൻ ചെയ്ത് കർത്താവിന്റെ ദാസനുള്ള നന്ദി അറിയിക്കുന്നു. ഈജിൻ ജെയിംസ്, അതോടൊപ്പം തന്നെ ആമേൻ ഷോം ഡാനിയൽ, അതോടൊപ്പം തന്നെ ഉണ്ണി അജായൻ, ആമേൻ സുദ്രയേടൻ, ആമേൻ മറ്റെല്ലാ ദൈവദാസന്മാരെ, ലിറ്റിൽ സുരേഷ് ആന്റി, ഷീന ആന്റി, ആമേൻ ജോളി ആന്റി, ജിഷ ആന്റി, അതോടൊപ്പം തന്നെ മോനി ബാബു, അതോടൊപ്പം തന്നെ ആമേൻ സ്വതന്ത്രം ജയ്മോൾ ആന്റി, ആമേൻ മറ്റെല്ലാ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസിമാര് ദൈവദാസന്മാർക്ക് എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനത്തെ അറിയിക്കുകയാണ്. ആമേൻ സ്വതന്ത്രം. എൻ്റെ ഫോണ് ഇന്ന് പകല് സ്തോത്രം സോഫ്റ്റ്വെയർ എന്തോ കംപ്ലൈന്റ് ആയി. ഫോണിലെ സകല കോണ്ടാക്റ്റും പോയി. വാട്സപ്പിലെ എല്ലാ ഫോട്ടോസും എല്ലാം ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ട് കുറച്ചൊക്കെ ഞാൻ സ്തോത്രം ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത് കൊണ്ട്
കുറച്ചൊക്കെ എടുത്തു. ഇന്ന് രാത്രികാലം ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസിയുടെ നമ്പർ വരെ പോയി. ഞാൻ വേഗത്തിൽ കാകളം ഗ്രൂപ്പിന്റെ അകത്ത് കയറി കർത്താവിന്റെ ദാസനോട് മാത്യു പാസ്റ്ററോട് പറഞ്ഞ് ദൈവദാസനാണ് എനിക്ക് നമ്പർ തന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് രാത്രികാലം സഹോദരം കുറച്ചു പേരുടെയൊക്കെ നമ്പർ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഒത്തിരി പേര് പ്രാർത്ഥനാ വിഷയം അറിയിച്ചു, പക്ഷെ ഒന്നും എനിക്ക് കേൾക്കുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് സഹോദരൻ, നിങ്ങൾക്ക് കഴിയുന്നവർ വാട്സപ്പിൽ നിങ്ങൾ ഒരു പ്രൈസ് ദി ലോർഡ് അയക്കുവാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഈ മീറ്റിങ്ങിന്റെ ഇടയ്ക്ക് അയക്കരുത്. മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ അയച്ചാൽ അത് വളരെ ഉപകാരമായി തീരും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുന്ന കർത്താവിന്റെ ദാസനാണ് പ്രിയ മാത്യു വർഗീസ്, കർത്താവിന്റെ ദാസൻ. ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യയിൽ കർത്താവിന്റെ ദാസനുണ്ട്. കർത്താവിന്റെ ദാസനാണ് പ്രിയ ദൈവദാസിയെ നമ്മുടെ മധ്യയിൽ പരിചയപ്പെടുത്തിയത്. വരുന്ന 7 ദിനക്കാല ഉപവാസ പ്രാർത്ഥനയിലും കർത്താവിന്റെ ദാസൻ നമ്മുടെ നടുവിൽ ശുശ്രൂഷയ്ക്കായി ഉണ്ടല്ലോ. ഇന്ന് രാത്രികാലം സമയം അല്പം മുന്നോട്ട് പോയി. കർത്താവിന്റെ ദാസിയെ അതനുസരിച്ച് മുന്നോട്ട് ശുശ്രൂഷിപ്പാൻ കർത്താവിന്റെ ദാസിക്ക് സമയമുണ്ട്. പരിധി ഇല്ലാതെ ശുശ്രൂഷിപ്പാൻ ഇന്ന് രാത്രികാലം അവസരമുണ്ട്. കർത്താവിൽ അതിശക്തമായി ഈ തലമുറയിൽ ഉപയോഗിക്കുന്ന ക്രിസ്തുവിൽ വളരെ ബഹുമാനിക്കുന്ന കർത്താവിന്റെ ദാസി ബ്ലസ്സി ഷാജി ചെങ്ങന്നൂർ, കർത്താവിന്റെ ദാസി ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം ഞങ്ങളുടെ മിനിസ്ട്രിയിൽ കടന്നു വന്ന് ശുശ്രൂഷിപ്പാൻ കർത്താവ് ഒരുക്കിയ സ്നേഹത്തിനായി സാവകാശത്തിനായി നന്ദി പറയുന്നു. വിശേഷാൽ കർത്താവിന്റെ ദാസിയുള്ള വളരെ ആദരവോടെ തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ ദാസിയെ കരങ്ങളെ തട്ടിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വീകരിക്കാം. കർത്താവിന്റെ ദാസിയെ ഞങ്ങളുടെ മധ്യയിൽ ശുശ്രൂഷിച്ചാൽ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. രഹോബോത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രി എന്ന ഈ ആത്മീയ കൂട്ടായ്മയുടെ ഭാഗമായി ഇന്ന് രാത്രിയിൽ ബഹുമാന്യരായിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാരോടും ദാസിമാരോടും ദൈവജനത്തോടും ചേർന്ന് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ഇങ്ങനെ ഒരു അവസരം സർവകൃപാലുവായ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയതിനായി ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ക്രിസ്തുവിൽ ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയ കർത്താവിന്റെ ദാസൻ മാത്യു വർഗീസ് അവറുകൾ രാത്രി മീറ്റിംഗിൽ നമ്മോട് ചേർന്നായിട്ടുണ്ട്. പ്രിയ പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ ഈ മീറ്റിംഗിലേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അദ്ദേഹമാണ്. ചില മാസങ്ങൾ സൂം മീറ്റിംഗിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞ് ദൈവസഭയുടേതായിരിക്കുന്ന ശുശ്രൂഷയിൽ മാത്രം ആയിരുന്ന ചില മാസങ്ങൾ എൻ്റെ പിറകിലുണ്ട്. എന്നാൽ ഈ ദിനങ്ങളിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വിളിയും തിരഞ്ഞെടുപ്പും ഒന്നുകൂടെ ഉറപ്പാക്കുവാനും ഏതനുഭവത്തിലും നമ്മെ മുൻപോട്ട് നയിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ തിരിച്ചറിയുവാനും അതനുസരിച്ച് ചുവടുകളെ വെക്കുവാനും കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിൽ നൽകിയ ആത്മിക പ്രചോദനത്തിനായി ഞാൻ നന്ദി പറയുകയും ഈ പ്രാരംഭ സമയത്ത് തന്നെ ക്രിസ്തുവിൽ വന്ദനം ചെയ്യുകയും ചെയ്യുന്നു. ഈ ആത്മിക കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന ബഹുമാന്യനായിരിക്കുന്ന പാസ്റ്റർ അനി ബേബി, പാസ്റ്റർ അനിൽ ജോർജ്, സിസ്റ്റർ സുലു ശങ്കർ, പ്രത്യേകിച്ച് എന്നെ സ്നേഹിച്ച ഇന്ന് രാത്രി മീറ്റിംഗിലായിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ കൂടിയുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നത് ആമേൻ അത് ഔപചാരികമല്ല എന്ന് ഞാൻ കരുതുന്നു. എല്ലാവരെയും കർത്താവ് ഒരുപോലെ സഹായിക്കട്ടെ. ഇന്ന് രാത്രി നാം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിച്ച പ്രിയ സീംബ്ലു സിസ്റ്ററിനെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. എല്ലാ ശുശ്രൂഷകളും ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുന്നു എന്നുള്ളത് നമുക്ക് ക്രിസ്തുവിൽ ധൈര്യമാണ്, അത് സന്തോഷമാണ്. തുടർന്നുള്ള സമയങ്ങളിലെ ദൈവവചന ചിന്തയ്ക്കായി സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 14-ാമത്തെ അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവന്റെ മക്കൾക്ക് ശരണമുണ്ടാകും. നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഒന്നിലധികം തവണ നാം പ്രാർത്ഥിക്കുവാനിടയായി, എന്നാൽ ഒരു മിനിറ്റ് കൂടി നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം. കർത്താവെ, ഞങ്ങൾ അടുത്തു വരികയാണ്. ഇന്നത്തെ ഈ ആത്മിക കൂട്ടായ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപോലെ അനുഗ്രഹമായി തീരുവാൻ, എല്ലാ നിലകളിലും ദൈവശബ്ദം ഇന്ന് രാത്രി ഞങ്ങൾ കേൾക്കുവാൻ ഞങ്ങളെ പൂർണ്ണമായും ഏൽപ്പിച്ചു തരുന്നു. പരിശുദ്ധാത്മാവ് പൂർണ്ണ നിയന്ത്രണത്തെ ഏറ്റെടുക്കണം. ഞങ്ങളുടെ ഉള്ളങ്ങളെ അറിഞ്ഞ്, ഞങ്ങളുടെ ആവശ്യഭാരങ്ങളെ അറിഞ്ഞ് കർത്താവിന്റെ സ്നേഹം ഇന്ന് രാത്രി ആമേൻ ഞങ്ങളുടെ മേൽ ചൊരിയുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
ഇന്ന് രാത്രി നാം വായിച്ച ദൈവവചന ചിന്തക്കകത്ത്, ആ വേദശകലത്തിന്റെ അകത്ത് ഒരു വേർഡ് ഉണ്ട്. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്. ധൈര്യം എന്ന് പറയുന്ന മലയാളം വാക്കിന് വിപരീതമായിരിക്കുന്ന ഒരു പദമുണ്ട്, ഭയം. വളരെ ഭയം നിറഞ്ഞ ലോക സംഭവങ്ങളുടെ മധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും ഭയത്തിന്റെ ഒരു അന്തരീക്ഷം നമുക്ക് കാണുവാൻ കഴിയും. കുടുംബ ജീവിതത്തിൽ ഭയം അനുഭവിക്കുന്നവരുണ്ട്. തലമുറകളോടുള്ള ബന്ധത്തിൽ ഭയത്തിന്റെ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. വിദ്യാഭ്യാസത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളും ശ്രേഷ്ഠകരമായിരിക്കുന്ന ജോലി മേഖലകളിലായിരിക്കുന്നവരും ഒക്കെയും പലപ്പോഴും ഭയം നിറഞ്ഞവരായി തീരുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രി വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്. ഇന്ന് രാത്രി ജീവിതത്തിന്റെ ഏതെങ്കിലും അനുഭവത്തിൽ, ഏതെങ്കിലും അവസ്ഥയിൽ, പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാകാം, ആമേൻ, ഇതൊരു മാരകമായിരിക്കുന്ന രോഗമാണ്, ഇത് നമുക്ക് സൗഖ്യം വരികയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ആയിരിക്കുന്ന പ്രതിസന്ധി ലോകത്തിന്റെ ബുദ്ധിയിലും മനുഷ്യന്റെ ബുദ്ധിയിലും നീങ്ങിപ്പോകത്തില്ല എന്നൊക്കെയുള്ള ചില വാക്കുകളുടെ ഭയത്തിന്റെ മുൻപില് ആമേൻ ആരെങ്കിലുമൊക്കെ ആയിരിക്കുന്നു എങ്കിൽ ആമേൻ നമുക്ക് ദൈവ സന്നിധിയിൽ ഒരു ഉറപ്പുണ്ട്. ഈ വാക്യം നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തേക്ക് ഇന്ന് രാത്രി ഒന്ന് സ്വീകരിച്ചാട്ടെ. യഹോവ ഭക്തയായിരിക്കുന്ന, യഹോവ ഭക്തരായിരിക്കുന്ന തന്റെ ജനത്തിന് ദൃഢധൈര്യം ഉണ്ടാകുവാൻ തക്കവണ്ണം സത്യമായത് മാത്രം എഴുതിയിരിക്കുന്ന സത്യവേദ പുസ്തകത്തിന്റെ ആഴങ്ങൾ ഇന്ന് രാത്രി നമ്മോട് ഇടപെടുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഭയം മാറി, നിരാശ മാറി, ജയത്തോടെ ചില സ്റ്റെപ്പുകളെ വെക്കുവാൻ നമ്മെ പ്രാപ്തരാക്കി തീർക്കേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലാം. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ ആമേൻ നമുക്കൊരു രാജാവിനെ കാണുവാൻ കഴിയും, യഹോശാഫാത്ത്. നമുക്ക് കടന്നു വരാം. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 19-ാമത്തെ അധ്യായം മുതൽ 19-20 അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ ആമേൻ അവിടെ വളരെ വ്യക്തമായി യഹോശാഫാത്തിനെ നമുക്ക് കാണുവാൻ കഴിയും. യഹൂദയുടെ 4ാമത്തെ രാജാവായിരിക്കുന്ന യഹോശാഫാത്തിന്റെ ജീവിതത്തിൽ ആമേൻ വളരെ പെട്ടെന്നൊരു പ്രതിസന്ധി കടന്നു വരികയാണ്. 19-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹൂദ രാജാവായ യഹോശാഫാത്ത് യെരൂശലേമിൽ തന്റെ അരമനയിലേക്ക് സമാധാനത്തോടെ മടങ്ങി വന്നപ്പോൾ. ഒരു തുടക്കമാണ്, ഒരു അധ്യായത്തിന്റെ തുടക്കമാണ്, ഒരു ചരിത്രത്തിന്റെ തുടക്കമാണ്, ആമേൻ, ഒരു സംഭവത്തിന്റെ അല്ലെങ്കിൽ ദൈവികമായിരിക്കുന്ന പദ്ധതിയുടെ, ദൈവിക വാഗ്ദത്തത്തിന്റെ നിവൃത്തിയുടെ ഒരു തുടക്കമാണ് ആ ഭാഗം. സമാധാനത്തോടെ താൻ അരമനയിലേക്ക് മടങ്ങി വന്നപ്പോൾ തന്റെ ജീവൻ തനിക്ക് കൊള്ള കിട്ടിയതുപോലെ പ്രാപിച്ച് സമാധാനത്തോടെ താൻ അരമനയിലേക്ക് വന്നിരിക്കുകയാ. ആമേൻ. ആ 19-ാമത്തെ അധ്യായം കഴിഞ്ഞ 20-ാമത്തെ അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ആമേൻ, സമാധാനത്തോടെ ഇരിക്കുന്ന യഹോശാഫാത്ത് ഒരു വർത്തമാനം കേൾക്കുന്നു. മോവാബ്യരും അമോന്യരും അവരോട് കൂടെ മെയൂന്യരിൽ ചിലരും യഹോശാഫാത്തിന്റെ നേരെ യുദ്ധത്തിന് വന്നു. നമ്മുടെ ജീവിതത്തിലും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ക്രമപ്പെടുത്തി ഒന്ന് സ്വസ്ഥതയോടെ അല്പനിമിഷം ഒന്ന് വിശ്രമിക്കാം, അല്ലെങ്കിൽ ആമേൻ വളരെ ദീർഘമാസങ്ങൾ നാളുകൾ നാം ഓടിയിട്ട കാര്യങ്ങൾ ഒക്കെ ഒന്ന് ക്രമപ്പെടുത്തി എന്ന് വിചാരിച്ച ആമേൻ ഒരു സ്വസ്ഥത നാം ആഗ്രഹിക്കുമ്പോൾ, ദൈവമക്കളെ, പലപ്പോഴും ഇത് നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. ആമേൻ. നാം സ്വസ്ഥതയായി, നാം സമാധാനം പ്രാപിച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ അടുത്ത
നിമിഷത്തിൽ അതിനെയൊക്കെ തകിടം മറിച്ച് കളയുന്ന ചില പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെയും ജീവിത പടകിന് നേരെ ആഞ്ഞടിച്ചിട്ടുണ്ട്. ആമേൻ. അത് നമ്മെ തകർത്ത് കളയുമെന്ന് നാം ഭയപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും ദൃഢധൈര്യമുണ്ട് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഞാനും നിങ്ങളും പതറി നിൽക്കുന്ന അനേകം സാഹചര്യങ്ങളുമുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ആമേൻ, ദൈവത്തിന്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും ചിലത് ഓർപ്പിക്കേണ്ടതിന്, കഴിഞ്ഞ രാത്രിയിൽ എന്നോട് ചേർന്നായിരുന്ന ആമേൻ ദൈവജനം ഇതിനകത്തുണ്ട്. കഴിഞ്ഞ രാത്രിയിലും ഞങ്ങൾ പ്രസംഗിച്ചതും ഞങ്ങൾ കേട്ടതും വാക്തത്വങ്ങളെ നമ്മളൊന്ന് ഓർക്കണമെന്ന ആമേൻ. ചിലതൊക്കെ ദൈവസന്നിധിയിൽ കഴിഞ്ഞ നാളുകളിൽ നമ്മോട് കേട്ട ദൈവത്തിന്റെ വചനം, കഴിഞ്ഞ നാളുകളിൽ നമ്മോട് അരുളിയ പ്രവചന ശബ്ദം, ആമേൻ, ചില വേദഭാഗങ്ങളൊക്കെ നമ്മൾ ഓർത്തെടുത്തുകൊണ്ട് നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയെ ഒന്ന് തിരിച്ചറിഞ്ഞ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ എഴുന്നേൽക്കുവാൻ ആരംഭിക്കുമെങ്കിൽ യഹോശാഫാത്ത് ദൈവസന്നിധിയിൽ എഴുന്നേറ്റതുപോലെ പ്രൈസ് ദി ലോർഡ് ഇന്ന് രാത്രി എത്ര പേർക്ക് ആമേൻ എഴുന്നേൽക്കുവാൻ കഴിയും? ഇവിടെ എഴുതിയിരിക്കുന്നു, ഒരു സമൂഹം കടന്നു വരികയാ. നമുക്കറിയാം നമ്മുടെ വീടുകൾക്കൊക്കെ മതിലുണ്ട് അല്ലെ? വീടുകൾക്കൊക്കെ മതിലുണ്ട്. നമ്മുടേതായിരിക്കുന്ന ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് നമുക്കതൊരു അനുഗ്രഹമാണ്. എന്നാൽ ദൈവമക്കളെ, ഈ ജാതീയ ശക്തികൾ ആമേൻ കടന്നു വന്ന് വെല്ലുവിളിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഏൻഗതി എന്ന ഹസസോൻ താമാർ. ആ സ്ഥലത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ആമേൻ ഈന്തപ്പനകളുടെ ശ്മശാനമെന്ന അറിയപ്പെടുന്നത്. അവിടെ ഈന്തപ്പനകൾക്ക് ഫലമില്ലെന്നാല് മുന്തിരിത്തോട്ടങ്ങളുണ്ട്. യോശുവ ആമേൻ പിടിച്ചടക്കി ദൈവജന അവരുടെ ഭൂമിക്കകത്തു വന്ന ദൈവജനത്തെ വെല്ലുവിളിക്കുന്ന ജാതീയ ശക്തിയെ ആമേൻ 20-ാമത്തെ അധ്യായത്തിന്റെ പ്രാരംഭത്തിൽ കാണുമ്പോൾ ആമേൻ ഇന്ന് രാത്രി ഓർക്കണം, നമ്മുടെ അവകാശത്തിന്റെ അകത്തും ചില ശത്രുക്കൾ കടന്നു വരാം. ആമേൻ. നാം ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ തന്നെ, ആമേൻ, നാം രാജാവായി ശക്തി പ്രാപിച്ച് നിൽക്കുമ്പോൾ തന്നെ ആമേൻ ചിലത് നമ്മുടെ നേരെ കടന്നു വന്ന് പാളയം ഇറങ്ങി എന്നുള്ള വാർത്ത നമ്മളുടെ കാതിൽ കേൾക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവ പൈതലെ നാം പതറിപ്പോകരുത്, നാം ഭ്രമിച്ചു പോകരുത്. അവർ നമ്മെ ജയിക്കുമോ? ആമേൻ. അവരെ ജയിപ്പാനുള്ള ശേഷി എനിക്കുണ്ടോ എന്നല്ല, ആമേൻ, യഹോശാഫാത്ത് ചെയ്തതുപോലെ ദൈവ സന്നിധിയിൽ ദൃഢധൈര്യം പ്രാപിച്ചുകൊണ്ട് എഴുന്നേൽക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ചില അത്ഭുതങ്ങളെ കാണിക്കുവാൻ നമ്മുടെ കണ്ണ് തുറക്കുക തന്നെ ചെയ്യും. രാത്രി ഒരു ഉറപ്പ് പ്രാപിക്കണം. ദൈവ സന്നിധിയിൽ നിന്ന് ആമേൻ ചിലത് നാം പിടിച്ചു വാങ്ങിച്ചിട്ടുണ്ടോ? ചില അവകാശങ്ങൾ ആമേൻ കഴിഞ്ഞ നാളുകളിൽ ദൈവ മക്കളുടെ ആമേൻ നമ്മൾ ദൈവ സന്നിധിയിൽ നിന്ന് വാഗ്ദത്തങ്ങളെ പ്രാപിച്ചിട്ടുണ്ടോ? അതിനകത്തുന്നം വെക്കുന്ന ചില ശത്രുവിന്റെ പദ്ധതികൾ, ആമേൻ, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നേടിയ നന്മ, ആമേൻ, ശുശ്രൂഷയിൽ പ്രാർത്ഥിച്ച് നേടിയ കൃപകൾ, അതിന്റെ നേരെ വെല്ലുവിളിക്കുവാൻ കടന്നു വരുന്ന നമ്മുടെ അവകാശത്തെ ലക്ഷ്യമിടുന്ന ഇരുളിന്റെ ആധിപത്യങ്ങളെ, ജാതീയ ശക്തികളെ ഇന്ന് രാത്രി നോക്കിക്കൊണ്ട് ആത്മാവിൽ ദൈവജനം പറ, എന്റെ ഹൃദയത്തിന്റെ അകത്തൊരു ദൃഢധൈര്യമുണ്ട്. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്. അവന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. അവന്റെ തലമുറകൾക്ക് ശരണമുണ്ടാകും. ഇന്ന് രാത്രി ഹല്ലേലൂയ, ദൈവജനം ആത്മാവിൽ ശക്തി പ്രാപിക്കട്ടെ. യഹോശാഫാത്ത് ഭയപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. അതിന്റെ മുൻപിലത്തെ ഭാഗം എഴുതിയിരിക്കുന്നു, അവന്റെ ജീവൻ അവന് കൊള്ള കിട്ടി. അവൻ ഒരൊറ്റ നിലവിളിയിൽ അവന്റെ ജീവൻ മടക്കി കിട്ടി. എന്നാൽ ആമേൻ ജാതീക ശക്തികൾ തന്റെ നേരെ കടന്നു വന്നപ്പോൾ ആമേൻ യഹോശാഫാത്ത് ഭയപ്പെട്ടു പോയി. ദൈവമക്കളെ, ആമേൻ ദൃഢധൈര്യം മാറിയിട്ട, തന്റെ സ്ഥാനത്തെ കുറിച്ചുള്ള ബോധ്യം അല്പസമയം മാറിയിട്ട, തന്നോട് കൂടെയുള്ള സൈന്യത്തെ പറ്റിയുള്ള ആമേൻ ബോധ്യം ഹൃദയത്തിന്റെ അകത്ത് നിന്ന് മാറിയിട്ട, അവിടെ എഴുതിയിരിക്കുന്നു ആമേൻ അവൻ ഭയപ്പെട്ടു. എന്നാൽ ആ ഭയത്തിന്റെ പുറകിൽ മറ്റൊരു തലമുണ്ട്. യഹോവേ, ഞാൻ ഇന്ന് നിന്നെ അന്വേഷിക്കുകയാണ്. ജീവിതത്തിൽ ഭയം കടന്നു വരുന്നെങ്കിൽ സിസ്റ്റർ ജയമോൾ ആന്റി, പ്രൈസ് ദി ലോർഡ്,
ദൈവത്തിന്റെ ആത്മാവ് ആമേൻ ആമേൻ വളരെ വ്യക്തമായി ഇന്ന് രാത്രി ഇടപെടുകയാ. ആമേൻ ചില പ്രതിസന്ധികളുടെ നടുവിലാ, ചില പ്രതികൂലത്തിന് നടുവിലാ ഇന്ന് രാത്രി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതാ. ദൈവാത്മാവ് പറയുന്നു, ആമേൻ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്ന ഭയമേറിയിരിക്കുന്ന വിഷയത്തിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. കർത്താവിനെ ഒന്നുകൂടി ഒന്ന് അന്വേഷിക്കണം. ആമേൻ. യഹോവയെ അന്വേഷിപ്പാൻ, ദൈവസന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വീണ് കിടന്ന് കരയുവാൻ, നമ്മളുടെ ഹൃദയത്തെ ഒരു പ്രാവശ്യം കൂടെ കർത്താവിന് മുൻപാകെ ഒന്ന് തുറക്കുവാൻ ഈ പ്രതിസന്ധി ഇപ്പോൾ അനുഭവിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാ. ആമൻ ചില ആഴ്ചകളായിട്ട് ആമൻ ഭാരമേറിയ ഭയത്തിന്റെ വിഷയത്തെ ജീവിതത്തിൽ ആമൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഒന്ന് പറഞ്ഞേ, എന്റെ ഹൃദയത്തിൽ ദൃഢധൈര്യമുണ്ടാ. ഇന്ന് രാത്രി ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാ. എന്റെ ഭവനത്തിന്റെ അകത്ത് നിന്ന് ഇന്ന് രാത്രി വിഷയം മാറിപ്പോകും. കാരണം യഹോവ ഭക്തയാണ് ഞാൻ, യഹോവ ഭക്തയാണ് ഞാൻ. ആമേൻ. ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. ഒരു ചെറിയ സൂം മീറ്റിംഗ് ആയിട്ടാ അല്ലെങ്കിൽ ഒരു മെസ്സേജ് കേട്ടാ ഇന്ന് നാം ആമേൻ പറഞ്ഞ് ആശീർവാദം പറഞ്ഞ് പോകുകയല്ല. നമ്മുടെ കുടുംബങ്ങൾക്കകത്ത്, നാം ഇരിക്കുന്ന റൂമിനകത്ത്, നമ്മുടെ സാഹചര്യത്തിന്റെ അകത്ത് ഇന്ന് രാത്രി ചില വിടുതലുകൾ നടക്കണം. ആമേൻ. ചില ജാതീയ ശക്തികളാ, ആമേൻ ചില ലോകത്തിന്റെ ആധിപത്യങ്ങളാ, ചില ഇരുളിന്റെ ആമേൻ കോട്ടകളെ ഇന്ന് രാത്രി സ്വർഗം ഇടിച്ചു മാറ്റിക്കൊണ്ട് ചില കുടുംബങ്ങൾക്കകത്ത് ദൈവനാമ മഹത്വത്തിനായി ചിലത് എഴുന്നേൽക്കുന്ന രാത്രിയായി മാറണമെങ്കിൽ നമുക്ക് ദൈവ സന്നിധിയിൽ വിട്ടുകൊടുത്തേ മതിയാകുള്ളൂ. യഹോശാഫാത്ത് ഭയപ്പെട്ടു. അടുത്ത നിമിഷത്തിൽ തന്നെ അവൻ ഭയപ്പെട്ടത് എന്തിനാ? യഹോവയെ അന്വേഷിക്കുവാൻ. തന്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ട് എന്ന് ആമേൻ ദൈവാത്മാവ് അവനെ ബോധ്യപ്പെടുത്തിയതാ. യഹോവ പകയ്ക്കുന്ന ചിലരെ അവൻ സ്നേഹിച്ചതാ. അവന്റെ കുറവെന്ന് പരിശുദ്ധാത്മാവ് അവനെ ഓർമ്മപ്പെടുത്തിയതാ. ആമേൻ. അവന്റെ നന്മകളെയും ദൈവം അവനെ ഓർമ്മപ്പെടുത്തിയതാ. ഇന്ന് രാത്രി നാം ദൈവവചനത്തിന് മുൻപിലായിരിക്കുമ്പോൾ നമ്മുടെ കുറവുകളെ ഓർപ്പിച്ചുകൊണ്ട്, ആമേൻ നമ്മുടെ ബലഹീനതകളെ ഓർപ്പിച്ചുകൊണ്ട്, ആമേൻ നമ്മുടെ ശരികേടുകളെ ഓർപ്പിച്ചുകൊണ്ട് നമ്മെ പണിതെടുക്കുന്ന ദൈവത്തിന്റെ കരം അത്ഭുതകരമായി നമുക്ക് വേണ്ടി ചലിക്കുവാൻ ദൈവ സന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അടുത്ത സെക്കൻഡിലോ യഹോശാഫാത്തിന് ബോധ്യം വന്നു. കർത്താവേ, ഹല്ലേലൂയ, എന്റെ നന്മയും തിന്മയും അങ്ങനെ ഓർപ്പിച്ചല്ലോ. ഹല്ലേലൂയ, ഞാൻ ദൈവസന്നിധിയിൽ ക്രമീകരിക്കപ്പെടുകയാ. എന്റെ ഭയത്തെ, ഈ സൈന്യത്തെ കുറിച്ചുള്ള ഭയത്തെ, ആമേൻ അവരുടെ വെല്ലുവിളിയെ കുറിച്ചുള്ള ഭയത്തെ, അതേ ഞാനത് മാറ്റിക്കളയുകയാ. ദൈവ കരം എനിക്ക് വേണ്ടി എഴുന്നേൽക്കണം. അവിടെ എഴുതിയിരിക്കുന്നു, യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. ഇന്ന് രാത്രി ഹല്ലേലൂയ നാം ആയിരിക്കുന്നതാ വിടുവിക്കപ്പെടുവാൻ ആമേൻ കഴിവുള്ള ഒരു പാദപീഠത്തിന്റെ അരികിലാ. ലോകപ്രകാരമുള്ള കരങ്ങളൊക്കെ എനിക്കും നിങ്ങൾക്കും വേണ്ടി പലപ്പോഴും ഇടപെടും. എന്നാൽ ആ കരങ്ങളുടെ, ആ വാക്കുകളുടെ ഇടപെടലുകളെ പ്രാവർത്തികമാക്കി, അത് പ്രയോജനകരമാക്കി, അത് മറ്റുള്ളവർക്ക് നന്മയാക്കി തീരണമെങ്കിൽ ഉയരത്തിൽ നിന്നൊരു കരം, അതേ അത് ഇറങ്ങി വന്നേ മതിയാകുള്ളൂ. ഉയരത്തിൽ നിന്നൊരു ശബ്ദം നമുക്ക് വേണ്ടി ഇടപെട്ടേ മതിയാകുള്ളൂ. ഉയരത്തിൽ നിന്ന് ആമേൻ ഒരു സന്ദേശം നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്നേ മതിയാകുള്ളൂ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആമേൻ നാം ഹല്ലേലൂയ ദൈവ സന്നിധിയിൽ ആമേൻ ഒന്ന് താണിരിക്കുവാൻ ശ്രമിച്ചാൽ, സമർപ്പിച്ചാൽ, ഇവിടെ എഴുതിയിരിക്കുന്നു, തന്റെ രാജ പദവിയെ ഓർക്കാതെ. ആമേൻ. ഒരു വലിയ സൈന്യ ബാഹുല്യം തനിക്കുണ്ട്, അതോർക്കാതെ, തന്റെ കഴിവും കഴിവുകേടുകളും ഓർക്കാതെ യഹൂദ്യയിലെങ്ങും ഒരു ഉപവാസം ചെയ്യുന്ന ശ്രേഷ്ഠനായിരിക്കുന്ന ഒരു രാജാവ്. ആമേൻ. നമ്മളിൽ വലിയ ശ്രേഷ്ഠതകളൊക്കെ ലോകപ്രകാരം ഉണ്ടാകും ദൈവമക്കളെ. ആമേൻ. സ്ഥാനമാനങ്ങൾ നമുക്കുണ്ടാകും, ലോകത്തിന്റെ സുഖ സൗകര്യങ്ങൾ നമുക്കുണ്ടാകും. ആമേൻ. നമ്മെ ആദരിക്കുവാൻ അനേകം മുഖങ്ങൾ ഉണ്ടാകും. എന്നാൽ ജീവിതത്തിന്റെ ചില ഭയത്തിന്റെ വേളയിൽ, ജീവിതത്തിന്റെ ചില ഏകാന്ത വേളയിൽ, ഇന്ന് രാത്രി ദൈവത്തിൽ ഒന്ന് വിശ്വസിക്കാം. ഇപ്പോൾ ആയിരിക്കുന്ന ചില അനുഭവങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഉപയോഗിക്കും കേട്ടോ. ആമേൻ. ഒരു ഭവനത്തിന്റെ പണികളോടുള്ള ബന്ധത്തിലാ ഈ ദിവസങ്ങളിൽ ആയിരിക്കുന്ന വിഷയത്തെ ദൈവാത്മാവ് ചലിപ്പിക്കാൻ പോകുകയാ.
യെസ്, കർത്താവ് പറയുന്നു, ആമേൻ, ഒരു ഭവന സംബന്ധമായിരിക്കുന്ന വിഷയത്തില് ദൈവത്തിന്റെ കരം പ്രിയ സഹോദരിക്ക് വേണ്ടി തുടങ്ങുകയാ. ആമേൻ, അതിനെ പൂർത്തീകരിക്കത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന, ആമേൻ, അതിന് പ്രയോജനം കാണത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന, ആമേൻ, ചില അനുഭവങ്ങളൊക്കെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ദൃഢധൈര്യം ഹൃദയത്തിന്റെ അകത്തേക്ക് കടന്നു വരട്ടെ. ഒരു വലിയ ധൈര്യം ഹൃദയത്തിന്റെ അകത്തേക്ക് കടന്നു വരട്ടെ. യെസ്, ഹല്ലേലൂയ. കർത്താവിൽ വിശ്വസിക്കുന്നു എങ്കിൽ ചില ദിവസങ്ങൾ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവ സന്നിധിയിലായിരിക്കുന്നു എങ്കിൽ ആ വിഷയത്തിന് മേൽ പൂർത്തീകരണം കാണുവാൻ കർത്താവ് സഹായിക്കും കേട്ടോ. ഇന്ന് രാത്രി ധൈര്യപ്പെടാ. വഴികളെ തുറക്കുന്ന ദൈവം, ആമേ, കോട്ട പോലെ കടന്നു വന്ന് ഏറിയ നാളുകളായി പരിശ്രമിച്ചിട്ട് നിയമത്തിന്റെ കുരുക്ക് പോലും ഇട്ട, ആമേൻ, ആ നന്മയെ ഭവനത്തിന്റെ അകത്തു നിന്ന് ആമേൻ അകറ്റി മാറ്റുവാൻ നോക്കുമ്പോൾ, ആമേ, സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ആലോചന പറയുന്നു. ആമേ, സകല അധികാരികൾക്കും മീതെ വ്യാപരിക്കുന്ന ഉന്നത അധികാരിയുടെ കരം ഇന്ന് രാത്രി കുഞ്ഞെ ഭവനത്തിന് അകത്ത് വെളിപ്പെടുകയാ. യഹോശാഫാത്ത് യഹൂദിയിൽ ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. ആമേൻ, യഹോവയോട് സഹായം ചോദിപ്പാൻ യഹൂദ്യരൊക്കെയും അവിടെ ഒന്നിച്ച് കൂടി വരികയാ. വിശുദ്ധ വേദ പുസ്തകത്തില് ആമേൻ കൂടി വരുന്നവരുടെ ഐക്യതയ്ക്ക് ആമേൻ ഒരു പ്രഥമ സ്ഥാനമുണ്ട്, പ്രത്യേക സ്ഥാനമുണ്ട്. ആമേൻ, മർക്കോസിന്റെ മാളിക മുറിയില് ഇറങ്ങി വന്ന ദൈവത്തിന്റെ ആത്മാവ്, അതിനു മുൻപ് അവിടെ പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. അവർ ഒരു മനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ, ഇവിടെ എഴുതിയിരിക്കുന്നു, യഹൂദയിലുള്ള ജനം അവർ ഒരു മനപ്പെട്ടപ്പോൾ ഇന്ന് രാത്രി ഹല്ലേലൂയ, ആമേ, ചിലതിനോടൊക്കെ ഒന്ന് ഏകീഭവിച്ചുകൊണ്ട് താദാത്മ്യം പ്രാപിച്ചുകൊണ്ട് ചില വിഷയങ്ങൾക്ക് ഒരുമിച്ച് കരം കൊടുക്കുമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ചില അത്ഭുതങ്ങളെ നമ്മുടെ മുൻപാകെ കാണിക്കുക തന്നെ ചെയ്യും. പ്രിയ ആച്ചോമോൻ ബ്രദറിനോട് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി വ്യക്തമായ ആലോചന അറിയിക്കുന്നു. ചിലതിൽ നിന്നൊക്കെ ആമൻ ഒന്ന് വേർപെട്ട് പോകുന്ന ആമൻ ചില മാസങ്ങളാ, ചിലതിൽ നിന്നൊക്കെ ഒന്ന് മാറിയിരിക്കുന്ന മാസങ്ങളാ. എന്നാൽ കർത്താവ് ഇന്ന് രാത്രി പറയുന്നു, ആമൻ, ആ ടൈം സോൺ കഴിഞ്ഞു, ആമൻ, ആ പീരീഡ് കഴിഞ്ഞു. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ചിലതിനോടൊക്കെ ഒന്ന് കൂട്ടിച്ചേർക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളെ അടുക്കടുക്കാക്കി പണിയുന്ന ഒരു കാലഘട്ടം അത്രേ. ആമൻ, കഴിഞ്ഞ നാളുകളില് വിട്ടുകളഞ്ഞ ചിലതാ, മനഃപൂർവമായി ഒഴിഞ്ഞിരിക്കുന്ന ചിലതാ. കർത്താവ് പറയുന്ന ഈ ദിവസങ്ങളിലാ ചിലതിനെ അടിസ്ഥാനത്തിന്മേൽ പണിത് തുടങ്ങുന്ന ദിവസങ്ങളാ. യെസ്, ഹല്ലേലൂയ. ഒരു പുതിയ പണിക്ക് വേണ്ടി ഒരു പുതിയ അടിസ്ഥാനത്തിന്റെ മേൽ ആമേൻ ആമേൻ കല്ലോട് കല്ല് ചേർത്തൊരു ഭവനം പണിയുന്നത് പോലെ പ്രിയ സഹോദരനോട് ദൈവാത്മാവ് പറയുന്നു, ഒരു പണി നടത്തുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. നിന്നു കൊടുക്കുവാൻ തയ്യാറാകുമോ? ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുമോ? ഞാൻ എന്ന നാമവും ഞാൻ എന്ന അനുഭവം എന്റെ എക്സ്പീരിയൻസും ഒക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് കർത്താവിന്റെ കരത്തിലേക്ക് ഇന്ന് രാത്രി അമരുമെങ്കിൽ ആമേ, ദൈവത്തിന്റെ ആത്മാവി ദിവസങ്ങളിൽ ശക്തമായി ഉപയോഗിക്കുക തന്നെ ചെയ്യും. പണിയുക മാത്രമല്ല, ചിലരെ പണിയുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന ദൈവത്തിന്റെ ആത്മാവാലോചന അറിയിക്കുകയാണ്. യഹോശാഫാത്ത് യഹോവയുടെ ആലയത്തിലേക്ക് കടന്നു വന്നു. ആമേൻ, അവർ ഒരുമിച്ച് ആമേൻ ആലയത്തിൽ നെടുമ്പാട് വീഴുകയാ. ആമേൻ, 6 മുതലുള്ള വേദഭാഗങ്ങളാ ദൈവജനം ആമേൻ ഒന്നുകൂടി പിന്നീട് വായിച്ച ആ കാര്യം ഗ്രഹിക്കുന്നത് നമ്മുടെ ആത്മിക ജീവിതത്തില് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേഗത്തിൽ മറുപടി ലഭിക്കുന്നതിന് അത് ഒരു കാരണമായി തീരും. ആമേൻ, ഇന്നലെ 7-ാമത്തെ വാക്യം, ഒരു വാക്യം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ദൈവമേ, നീ നിന്റെ ജനമായ ഇസ്രയേലിന്റെ മുൻപിൽ നിന്ന് ഈ ദേശത്തിലെ നിവാസികളെ നീക്കിക്കളഞ്ഞ അത് നിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുത്തുവല്ലോ. ആമേൻ, യോശുവ പിടിച്ചെടുത്ത് കൊടുത്ത ആമേൻ ആ ദേശത്തിന്റെ അകത്ത് വാഴുന്ന ജാതീയ ശക്തികളെ സംഹരിച്ച് കളയുവാൻ, ആ ദേശത്തവരെ ഉന്മൂലനാശം വരുത്തുവാൻ യഹോവയെ ഓർപ്പിക്കുന്ന ഒരു ഉപവാസം, താണിരിക്കുന്ന ഒരു ഉപവാസം ഇന്ന് രാത്രി ചിലതിനൊക്കെ ഒന്ന് ഓർപ്പിച്ചാട്ട് ദൈവമക്കളെ, ഒന്നോർത്തെടുത്താട്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ ഞങ്ങളുടെ നിലവിളിക്ക് മറുപടി നൽകണം.
ഞങ്ങളുടെ സങ്കടത്തിന് മറുപടി നൽകണം. ആമേൻ. അവരെ ന്യായം വിധിക്കണം. ആമേൻ. അങ്ങയുടെ പ്രതിഫലം ഞങ്ങൾക്ക് നൽകണം. ആമേൻ. എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല, പക്ഷെ ഞങ്ങളുടെ കണ്ണ ഇന്ന് രാത്രി നിങ്കലേക്ക. യെസ്, എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തിക്കേ. കർത്താവെ, ഞങ്ങൾ ഈ സൂം പ്ലാറ്റ്ഫോമിലാ ഞങ്ങൾ ഒരുമിച്ചിരിക്കുകയാ. ഞങ്ങൾ മുഖാമുഖമായി കുറച്ചു പേരെ ഒക്കെ കാണുന്നുണ്ട്. കർത്താവിന്റെ വചനം ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ആമേൻ പറയുന്നുണ്ട്. എന്നാൽ ഞങ്ങളുടെ കണ്ണുകളാ, ആമേൻ, ഞങ്ങളുടെ ഹൃദയം ഇന്ന് രാത്രി ഞങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുകയാ. പിതാവേ, നിന്റെ കണ്ണിന്ന് രാത്രി ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വെളിപ്പെടണം. ആമേൻ. ഈ കോട്ടത്തളകളെ, ഈ ശത്രുവിന്റെ ബാഹുല്യത്തെ, ആമേൻ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, ഞങ്ങളുടെ അതിരിനകത്തു നിന്ന്, ഞങ്ങളുടെ രാജപദവിക്കകത്തു നിന്ന് ഇന്ന് രാത്രി മാറ്റിത്തരുവാൻ സ്വർഗം ശക്തനാണല്ലോ. ഓ കഴിഞ്ഞ നാളുകൾ ദൈവം ചെയ്ത വിടുതലുകളെ ഓർത്ത്, ആമേൻ, കർത്താവ് നമ്മൾക്ക് വേണ്ടി ചെയ്ത നന്മകളെ ഓർത്ത് ഇന്ന് രാത്രി എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? എത്രയോ പ്രാവശ്യം ആമേൻ നാം വീണു പോകേണ്ടിരുന്നു. എത്രയോ പ്രാവശ്യം നമ്മുടെ ജീവൻ നമ്മിൽ നിന്ന് പറഞ്ഞു പോകേണ്ടതാ. എത്രയോ പ്രാവശ്യം തിന്മ നമ്മുടെ ഭവനത്തിനകത്ത് വാഴേണ്ടതാ. ആമേൻ. എന്നാൽ അതിൽ നിന്നൊക്കെ നമ്മളെ വിടുവിച്ച യഹോവയുടെ സന്നിധിയിലേക്ക് ഇന്ന് രാത്രി യഹോശാഫാത്തിനോട് ചേർന്നൊന്ന് പറഞ്ഞ്, ഞങ്ങളുടെ കണ്ണുകൾ നിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ കണ്ണുകൾ നിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അപ്പാ, ഇന്ന് രാത്രി എഴുന്നേൽക്കണമേ. ഇന്ന് രാത്രി ഞങ്ങളുടെ കണ്ണുകളിലാ ആമേ ദൈവപ്രസാദം വെളിപ്പെടേണ്ടതിനാൽ അങ്ങ് ആകാശം കീറി ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ സ്വർഗം മാനിക്ക തന്നെ ചെയ്യും. രാജു ജോസഫ് അങ്കിൾ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ ആ ഭവനത്തിന്റെ അകത്ത് ദൈവം വൻ കാര്യങ്ങളെ ചെയ്യുവാൻ പോകുകയാണ്. നാളുകളായി, മാസങ്ങളായി ഉപവസിച്ച ചില വിഷയങ്ങളുണ്ട്, പ്രാർത്ഥിച്ച ചില വിഷയങ്ങളുണ്ട്. ഇതുവരെ മറുപടി കിട്ടാതെ ദൈവസന്നിധിയിൽ ഞരങ്ങുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇല്ല, ഇന്ന് രാത്രി ഹല്ലേലൂയ ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഇന്ന് രാത്രി അവന സഹായം ആകാശം കീറി ഇറങ്ങി വന്ന ഭവനത്തിന്റെ അകത്ത് നീതിയോടെ വെളിപ്പെടുന്ന രാത്രി എന്ന ക്രിസ്തുവിൽ ഉറക്കുക, ദൃഢധൈര്യത്തിലേക്ക് മടങ്ങി വരിക. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. അങ്ങനെ യഹൂദ്യരൊക്കെയും അവരുടെ കുഞ്ഞുങ്ങളോടും അവരുടെ ഭാര്യമാരോടും അവരുടെ മക്കളോടും അവർക്കുള്ള സകലത്തോടും കൂടെ യഹോവയുടെ സന്നിധിയിൽ നിന്നപ്പോൾ അവിടെ ഒരു പ്രത്യേക അഭിഷേകത്തിന്റെ തലത്തെ അടുത്ത വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു തലം കർത്താവെ എന്നിലൊന്ന് വെളിപ്പെടണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. അവിടെ എഴുതിയിരിക്കുന്നു, അപ്പോൾ സഭാ മധ്യേ വെച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിന്റെ പുത്രന്മാരിൽ മഥന്യാവിന്റെ മകനായ യെയ്യേലിന്റെ മകനായ ബെനായാവിന്റെ മകനായ സെഖര്യാവിന്റെ മകൻ യഹസ്യേൽ എന്ന ലേവ്യന്റെ മേൽ വന്നു. ഇതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുള്ള ആമേൻ ഒരു ചിന്തയുണ്ട്. ലേവ്യൻ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. വിശുദ്ധ വേദപുസ്തകം നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ദൈവ സന്നിധിയിലുള്ള നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും നാം ഉറപ്പാക്കണം. ജീവിതത്തിൽ ഒത്തിരി പരാജയങ്ങൾ നാം കണ്ടുവരാം. അനേകം പേർ, ഡാനി മനോജ്, അടുത്ത നിമിഷങ്ങളിൽ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ ജീവിതത്തില് ചില തലങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ കുടുംബങ്ങള് അല്ലെങ്കിൽ നമ്മളോട് കൂടെ പഠിക്കുന്നവര്, നമ്മളോട് കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ നമ്മെ നോക്കി പറയും, നിനക്ക് കഴിവുണ്ട്, പക്ഷെ നീ എന്നോട് ശോഭിക്കുന്നില്ല, ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നീ എത്തപ്പെടുന്നില്ല. അതിന് കാരണം എന്താ? നീ മറഞ്ഞിരിക്കുകയാണല്ലോ. കുഞ്ഞെ, ഇന്ന് രാത്രി ദൈവാത്മാവ് പറഞ്ഞു, ആ മറഞ്ഞിരിക്കുന്നതിനെ സ്വർഗം ഒന്ന് മാറ്റാൻ പോകുകയാണ്. ആ തിരശീലയുടെ മറവിനെ
കർത്താവ് ഇന്ന് രാത്രി എടുത്തു മാറ്റാൻ പോകുകയാണ്. എവിടെ മറഞ്ഞിരുന്നാലും സഭാമധ്യേ വെച്ച് ലേവ്യനാണോ നിന്റെ മേൽ അഭിഷേകം വെളിപ്പെടും. ഏത് അനുഭവത്തിൽ മറഞ്ഞിരുന്നാലും ഇനി മറഞ്ഞിരിക്കണ്ട എന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. നാളുകളായി ദൈവശബ്ദം കേട്ടിട്ട് വ്യക്തിപരമായി ദൈവാത്മാവ് ഇടപെട്ടിട്ടും മറഞ്ഞിരിക്കുന്ന ഒരു അനുഭവമുണ്ട്. എന്നാൽ കർത്താവ് പറയുന്നു, ആമേൻ, ആ മറയെ ഇന്ന് രാത്രി സ്വർഗം അങ്ങ് മാറ്റുകയാണ്. ആമേൻ. സഭാമധ്യേ വെച്ച് അപ്പന്റെ പേര്, അപ്പച്ചന്റെ പേര്, വല്യപ്പച്ചന്റെ പേര്, അതിലും വലിയ അപ്പച്ചന്റെ പേരൊക്കെ വിളിച്ചിട്ടാണ് ആമേൻ കർത്താവ് ആത്മാവിനെ പകർന്നത്. മറഞ്ഞിരിക്കുന്നവരെ വെളിച്ചത്ത് കൊണ്ടുവരുന്ന അഭിഷേകത്തിന്റെ നിറവിലേക്ക് ഇന്ന് രാത്രി കുഞ്ഞ് നിനക്ക് എത്തപ്പെടുവാൻ കഴിയുമെങ്കിലോ, ഇപ്പോൾ നീ ജീവിതത്തിൽ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ആമനൊരു മറയുണ്ട്. എത്തേണ്ട തലത്തിൽ ഞാൻ എത്തുന്നില്ല, ആമേൻ, ഞാൻ ശോഭിക്കേണ്ടുന്ന പോലെ ശോഭിക്കുന്നില്ല. ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് വൻ കാര്യങ്ങൾക്ക് വേണ്ടി ഈ നാളുകളിൽ എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാ. അവിടെ എഴുതിയിരിക്കുന്നു, ഒരു ലേവ്യന്റെ മേൽ വന്നു. ഉപവസിച്ചതാരാ? ജനം. ഉപവാസം ആഹ്വാനം ചെയ്തതാരാ? യഹോശാഫാത്ത് രാജാവ്. എന്തിനു വേണ്ടിയിട്ടാ? ആമൻ, ഒരു യുദ്ധത്തിന്റെ ശ്രുതി തങ്ങളുടെ കാതുകളിൽ കേട്ടപ്പോൾ ആമൻ അതിനുശേഷം കടന്നു വരുന്ന അനുഭവം എന്താണ്? ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോൾ സഭാ മധ്യത്തിൽ ഒരു ലേവ്യന്റെ മേൽ ആമൻ ആത്മാവിറങ്ങി വരികയാ. അവരവിടെ പ്രവചിക്കുവാൻ തുടങ്ങി. ആമ, യുദ്ധം ദൈവത്തിൻ്റെതാണ്, അത് നിങ്ങളുടേതല്ല കേട്ടോ. ആമ, യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. താങ്ക് യു ലോർഡ്. രാത്രി നമ്മുടെ ഹൃദയത്തിന്റെ അകത്തൊരു ഉറപ്പ് വരട്ടെ. ജീവിക്കുന്ന ദൈവ പൈതലെ, കർത്താവിന് വേണ്ടി നിൽക്കുന്ന യഹോവ ഭക്തരെ, അവൻ ക്ലേശം അനുഭവിക്കുന്ന ജനമേ, ദൃഢധൈര്യത്തോടെ നിൽക്കുന്നു എങ്കിൽ ആമൻ, നിങ്ങൾ പതറുന്ന അനുഭവം കടന്നു വന്നാലും ദൈവസന്നിധിയിൽ ഒന്ന് വിളിച്ചു പറഞ്ഞേ, ഇല്ല, ഞാൻ ഭയപ്പെടത്തില്ല, ഞാൻ ഭ്രമിക്കത്തില്ല. ഇതെന്നോടുള്ള യുദ്ധമല്ല, ഈ യുദ്ധം ജയിപ്പാൻ യുദ്ധവീരനായിരിക്കുന്ന യഹൂദ ഗോത്രത്തിലെ സിംഹമായിരിക്കുന്ന കർത്താവ് എന്റെ ഭവനത്തിന് അകത്തിറങ്ങി വന്നിട്ടുണ്ട്. അവൻ എന്നെ ജയിപ്പിക്കുക തന്നെ ചെയ്യും. ആമേൻ. പ്രവചന ശബ്ദം കേട്ടപ്പോൾ ആമേൻ പോകേണ്ടുന്ന വഴികളെ, ശത്രുവിന്റെ നേരെ വെക്കേണ്ടുന്ന ചുവടുകളെ ആമേൻ എണ്ണി എണ്ണി പറഞ്ഞു കൊടുക്കുന്ന ദൈവ ശബ്ദത്തെ കേട്ടുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ജനത്തോട് ഇന്ന് രാത്രി ഇടപെടുകയാണ്. ഭയം വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ എത്ര നമ്മെ മോട്ടിവേറ്റ് ചെയ്താലും പലപ്പോഴും നമുക്ക് ചുവട് വെക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത ഒരു പതറിച്ച നിൽക്കും. ബിജി രാജു സിസ്റ്ററെ, അല്ലെ, ഒരു പതറിച്ചിയ അവൻ വേണ്ട. ഇന്ന് രാത്രി ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് ഉറക്ക. അവൻ ഇനി ആ പതറിച്ചയുടെ ആവശ്യം ആ കുടുംബത്തിന്റെ അകത്തില്ല. ആമേൻ. നിങ്ങൾ അവരെ കാണാൻ പോകുക. ആമൻ, നാളുകളായിട്ട് കുടുംബത്തിന്റെ അകത്ത് കയറി വന്ന് ആമൻ വെല്ലുവിളിച്ച് കെട്ടിയടച്ച ഭവനത്തിന്റെ അകത്ത് ആമൻ വാഗ്ദത്തത്തിന്റെ അകത്ത് വന്ന് ആമൻ വെല്ലുവിളിക്കുന്നതിന്റെ നേരെ ഇന്ന് രാത്രി നിങ്ങൾ കയറി ചെല്ലുവാൻ പോകുകയാ. നിങ്ങൾ അതിനെ മുഖാമുഖമായി കാണുവാൻ പോകുകയാ. ഓ, യേശുവിന്റെ രക്തത്താൽ ജയം. ഉറപ്പുണ്ട്. ആമൻ. യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷയെ നിങ്ങൾ കാണണം. ദൂത് കേട്ട യഹോശാഫാത്ത് ദൈവസന്നിധിയിൽ ധൈര്യപ്പെടുവാനായിട്ടിടയായി തീർന്നു. അവിടെ എഴുതിയിരിക്കുന്നു, ആമൻ അതികാലത്ത് എഴുന്നേറ്റ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. ഞാനും നിങ്ങളും ദൈവ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അത്യുച്ചത്തിൽ കർത്താവിനെ സ്തുതിച്ചിട്ട് പലപ്പോഴും പുറപ്പെടുന്നവരായി മാറാറുണ്ട്. ഇന്ന് രാത്രി ഒരു പുറപ്പാട്. യെസ്, ഇസ്രായേൽ ജനം മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് ആമേൻ മോശയുടെ നേതൃത്വത്തിൽ വാഗ്ദത്ത നാടായിരിക്കുന്ന കനാൻ ലക്ഷ്യമാക്കി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ആമേൻ അവരുടെ ജീവിതത്തിൽ കടന്നു വന്ന എല്ലാ പ്രതിസന്ധികളുടെ മുൻപിലും യഹോവയായിരിക്കുന്ന ദൈവം വിടുതലിന്റെ ആമേൻ കരമായി അവരോട് കൂടെ ഇറങ്ങി വന്നു. നാം പ്രാർത്ഥനയിൽ ആമേൻ ഓരോ കാര്യങ്ങളിലും പറയുന്നത് പോലെ
പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി, ആമേൻ ഹല്ലേലൂയ, മന്നയായി, കാടപ്പക്ഷിയായി, ആമേൻ ഹല്ലേലൂയ, മാറയിലെ മധുരമായ, ആമേൻ നിത്യജീവന്റെ വെള്ളമായി ഒക്കെ, ആമേൻ ദൈവ സാന്നിധ്യം ആ ജനത്തോട് കൂടെ ഇറങ്ങി വന്നതുപോലെ ഇവിടെ എഴുതിയിരിക്കുന്നു, ഈ പുറപ്പെട്ട ജനത്തോട് കൂടെ ദൈവിക സാന്നിധ്യവും ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട് എന്നോട് കൂടെ ദൈവ സാന്നിധ്യമുണ്ട്? എന്നോട് കൂടെ ഇന്ന് രാത്രി ദൈവ സാന്നിധ്യമുണ്ട്. ഈ ദിവസങ്ങളിൽ ഞാൻ ഉപവസിക്കുന്നതാ, ഈ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുന്നതാ, ഈ ദിവസങ്ങളിൽ ഞാൻ ദൈവസന്നിധിയിൽ ജാഗരിക്കുന്നതാ, ഈ ദിവസങ്ങളിൽ ഞാൻ ദൈവശബ്ദം കേൾക്കുന്നതാ ഒരു പുറപ്പാടിന് വേണ്ടിയിട്ടാ. ആമേൻ, അത് ശത്രുവിന്റെ നേരെ ഒരു പുറപ്പാടാ, എന്റെ പ്രതിസന്ധിക്ക് നേരെ ഒരു പുറപ്പാടാ. ഇന്ന് രാത്രി ഒരു പുറപ്പാടിന്റെ, ആമേൻ, ഓപ്പൺ ചെയ്യാത്തൊരു ഡിവൈസ് ഉണ്ട്, ഒരു ഷിജി VR ഡാനിമോൾ. ആമേൻ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഒരു പുറപ്പാട് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാ. ആമേൻ, പ്രാർത്ഥിച്ച് ഉപവസിച്ച് ജാഗരിച്ചിട്ടും ആമേൻ അതിന് ചുവടുവെക്കുവാൻ കഴിയാതെ, ആമേൻ ഈ ദിവസങ്ങളിൽ ക്ലേശം അനുഭവിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആമേൻ യെസ്, ആ ചുവട, ആമേൻ, അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറന്നു തരും. ആമേൻ, നിരാശ മാറട്ടെ. അല്ല, ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിന്റെ അകത്തു നിന്ന് ഒരു പുറപ്പാടിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു. യെസ്, ഒരു പുറപ്പാട്, മറ്റൊരു സ്ഥലം, മറ്റൊരു സ്ഥാനം, മറ്റൊരു ദേശം, ആമേൻ, നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുക്കുകയാ. നാളുകളായി നിങ്ങളെ ദണ്ണിപ്പിച്ച ചില അനുഭവങ്ങളാ, നാളുകളായി നിങ്ങളെ ക്ലേശിപ്പിച്ച ചില അനുഭവങ്ങളാ. ആമേൻ, എന്നാൽ ദൈവാത്മാവ് പറയുന്നു, ഞാൻ നിങ്ങളെ പുറപ്പെടുവിക്കുവാൻ പോകുകയാ. വിശ്വസിക്കണം കേട്ടോ. സാഹചര്യം പ്രതികൂലമാ, പ്രാർത്ഥിച്ച സമയത്തൊന്നും അത് നടന്നില്ല. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇല്ല, എത്ര വലിയ ഫറവോന്യ ശക്തി, ആമേൻ, ദൈവജനത്തിന്റെ യാത്രയെ, പുറപ്പാടിനെ തകർന്ന് മറിച്ചു കളയുവാൻ പദ്ധതികൾ ഒരുക്കിയാലും അവന്റെ ബുദ്ധിയെ തകർത്തുകൊണ്ട് ഒറ്റ നിമിഷം കൊണ്ട് ജനത്തെ പുറപ്പെടുവിച്ച ദൈവമാ ഇന്ന് രാത്രി ആലോചന അറിയിക്കുന്നത്. വേഗത്തിൽ ഒരു പുറപ്പാടിന് വേണ്ടി സ്വർഗം ഒരുക്കുകയാ. ഇവിടെ എഴുതിയിരിക്കുന്നു, ആമേൻ, അവർ പുറപ്പെട്ടപ്പോൾ, ആമേൻ, യഹോശാഫാത്ത് നിന്നുകൊണ്ട്, ആമേൻ, ഒരു കാര്യം വിളിച്ചു പറയുന്നു, നിങ്ങൾ യഹോവയിൽ വിശ്വസിക്കണം. നിങ്ങൾ ഉപവസിച്ചു. ആമേൻ, യഹോവയുടെ ആത്മാവ് യെഹസ്യേലിന്റെ മുൻപിൽ കടന്നു വന്നപ്പോൾ ആ ലേവ്യനിൽ കൂടി നിങ്ങൾ ദൈവ ശബ്ദം കേട്ടു. എന്നാൽ അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട്, ജനമേ, നിങ്ങൾ യഹോവയിൽ വിശ്വസിക്കണം. പലപ്പോഴും ദൈവവചന സന്ദേശങ്ങൾ ഹൃദയത്തിലേറ്റി കഴിയുമ്പോൾ, ആമേൻ, ദൈവിക വാഗ്ദത്തങ്ങൾ, പ്രവചന ദൂതുകളൊക്കെ ഞാനും നിങ്ങളും, ആമേൻ, കേട്ട് കഴിയുമ്പോൾ അതിനെ നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്തുകൊണ്ടു പോകുന്ന, നശിപ്പിച്ച് കളയുന്ന പൈശാചിക പറവകളെ, ആമേൻ, ഇന്ന് രാത്രി ജയിക്കുവാൻ കഴിയുമെങ്കിൽ, ആമേൻ, ബുദ്ധിക്ക് അതീതമായിട്ട് ദൈവിക വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ, ആമേൻ, നമ്മുടെ ജീവിതത്തിലാ ദൈവ മഹത്വം നമ്മൾ കാണും. നിങ്ങളെ യഹോവയിൽ വിശ്വസിക്കുക, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. ഇന്ന് രാത്രി നമ്മുടെ, ആമേൻ, കാൽ കീഴിലുള്ള മണ്ണ്, ആമേൻ, ഒലിച്ചു പോകുന്ന, ഇടറിപ്പോകുന്ന ഒരു അനുഭവമായിരിക്കാം. അടുത്ത ദിവസം നേരം പുലരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ള ഭീതിയായിരിക്കാം. കർത്താവ് പറയുന്നു, നിങ്ങൾ വിശ്വസിക്ക, നിങ്ങളൊന്ന് ഉറച്ചു നിൽക്കുക. ആമേൻ, ഉറപ്പോടും. നമ്മൾ വായിച്ച ദൃഢധൈര്യം എന്ന് പറയുന്ന വാക്കിന്റെ, ആമേൻ, മറ്റൊരു തലമായത്. നീ യഹോവ ഭക്തനാണോ? ദൈവഭക്തിയോടെ നീ ഇരിക്കുന്നോ? നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ദൃഢധൈര്യം വെളിപ്പെടുന്നതിന്റെ ഒന്നാമത്തെ കാരണം, കേട്ട ദൈവ ശബ്ദത്തെ നീ വിശ്വസിക്കുക. ആമേൻ, കേൾക്കപ്പെട്ട ദൈവിക ആലോചനയുടെ മുൻപിലാ നിങ്ങൾ ഉറച്ചു നിൽക്കുക. അവന്റെ പ്രവാചകന്മാരെയും വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഈ 3 കൂട്ടം കാര്യങ്ങളിലേക്ക്, ആമേൻ, നമ്മുടെ ഹൃദയത്തെ ഒന്ന് കൊണ്ടുവന്നേ. എത്ര നാളായി അനേകം വാഗ്ദത്തങ്ങൾ നമ്മുടെ ഉള്ളിലിട്ട് നമ്മൾ അയവിറക്കുന്നുണ്ട്. ആമേൻ, ചിലരൊക്കെ എനിക്കറിയാം, ഒത്തിരി സഹോദരങ്ങളെയും അമ്മമാരെയും ഒക്കെ എനിക്കറിയാം, നാളുകൾ കൊണ്ട് അവര് കേട്ട ദൂതുകളൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്.
ബുക്ക് ഫില്ലായിട്ട് അടുത്ത ബുക്ക് എടുത്തവരുണ്ട്. ഇന്ന് രാത്രി അങ്ങനെയുള്ളവരോട് പറയട്ടെ, 1-ാമത്തെ പേജ് തൊട്ട് വായിക്കാൻ തുടങ്ങണം. ആമേൻ. അതിലൊന്ന് ഉറയ്ക്കണം, നമ്മുടെ ഹൃദയത്തെ ഒന്ന് ഉറപ്പിക്കണം. ആമേൻ. ഒന്ന് ഉറച്ചു നിന്നിട്ട് അതിലൊന്ന് വിശ്വസിക്കണം. ആമേൻ. ആ ദൂതില്, ആ വ്യക്തിയിൽ ഒന്ന് വിശ്വസിക്കണം കേട്ടോ. ആമേൻ. ഹല്ലേലൂയ. അളവ് നൂലെനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. ഇന്ന് രാത്രി ഹല്ലേലൂയ, ഒരു മനോഹര ദേശത്ത് കർത്താവ് നമുക്ക് വേണ്ടി അളന്ന് മാറ്റി വെച്ചിട്ടുള്ള ചില ആത്മിക ഫലങ്ങളുണ്ട്, നന്മകളുണ്ട്. അതിനെ പ്രാപിച്ചെടുക്കേണ്ടതിന് വിശ്വസിച്ചുകൊണ്ട് ഉറച്ചു നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുകയാ. ദാനിയേൽ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആമേ പ്രിയ സഹോദര, ഈ ദിവസങ്ങളിലാ ഉറച്ചു നിൽക്കുവാൻ പറ്റാത്ത അനുഭവത്തിലാ നിൽക്കുന്നത്. പറ്റുന്നില്ല, സാഹചര്യം അനുവദിക്കുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനത്രേ. സാഹചര്യത്തെ നോക്കേണ്ട, ദൈവാത്മാവിൽ ഉറയ്ക്ക്. ആമേൻ. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഹൃദയത്തിൽ പലപ്പോഴും ഉറയ്ക്കപ്പെടുമെന്ന് തോന്നുമ്പോഴും അതിനെ ഇളക്കി മാറ്റുകയാ. സാഹചര്യം അനുവദിക്കുന്നില്ല. ആമേൻ. കഠിനമായിരിക്കുന്ന ശോധനയിൽ കൂടി കടന്നു പോകുന്നു. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇന്ന് രാത്രി ആമേൻ വിശ്വസിക്ക. ഒന്ന് ഉറയ്ക്ക്. യെസ്, ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ ആമേൻ ആഴങ്ങളിലേക്കൊന്ന് കടന്നു വാ. ആമേൻ. പ്രവചനാത്മാവിലേക്കൊന്ന് കടന്നു വാ. കർത്താവ് നിശ്ചയമായും വഴികൾ തുറക്കും കേട്ടോ. ഇന്ന് രാത്രി ഹല്ലേലൂയ, തന്റെ ഭക്തന്മാരെ കൈവിടാത്ത ദൈവത്തിന്റെ കരം ആമേൻ ഹല്ലേലൂയ പ്രിയ സഹോദരനോട് കൂടെ ഉണ്ട് എന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുകയാ. ഇവിടെ എഴുതിയിരിക്കുന്നു, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും. നിങ്ങളുടെ പ്രവർത്തിക്ക, നിങ്ങളുടെ യാത്രയ്ക്ക, നിങ്ങളുടെ യുദ്ധത്തിനാ. ആമേൻ. നിങ്ങൾ ഇപ്പോൾ ആമേൻ പിശാചിനോടും ലോകത്തോടും പാപത്തോടും ഒക്കെ മല്ല് പിടിച്ച് നിൽക്കുന്നതിന് ഒരു ഫലമുണ്ടാകും. ആമേൻ. നിങ്ങൾ വിശ്വസിച്ച, ഉറച്ച നിന്ന, ആമേൻ, ദൈവത്തിലും പ്രവാചകന്മാരിലും വിശ്വസിച്ച വാഗ്ദത്തങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുക. യെസ്, അടുത്ത ഭാഗങ്ങളിലേക്ക് നാം കടന്നു പോകുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമോന്യരുടെയും മോവാബ്യരുടെയും സെയീർ പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി. ഒരു വലിയ മർമ്മമാണ്. എനിക്കും നിങ്ങൾക്കും ശേഷി കുറവാകുമ്പോൾ, എന്റെയും നിങ്ങളുടെയും ബലം ചോർന്നു പോകുമ്പോൾ, യുദ്ധം യഹോവയ്ക്കുള്ളതെന്ന് പറഞ്ഞ ഞാനും നിങ്ങളും സമർപ്പിക്കപ്പെട്ടു നിൽക്കുമ്പോൾ, നാം ഒന്നും ചെയ്യാതെ ദൈവം ചിലരെ നമുക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. യെസ്, അനുഭവമുള്ളവർക്ക് കർത്താവിനെ സ്തുതിക്കാം. വാഗ്ദത്തങ്ങൾക്ക് അപ്പുറമായിട്ട് ഒരു തകർച്ച നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേ, ചില ഈശാനമൂലന്റെ കാറ്റുകൾ, ആമേ, ചില കൊടും കാറ്റുകൾ ഇന്ന് രാത്രി ജീവിതത്തിന്റെ പടകിന് നേരെ അടിക്കുമ്പോൾ, ആമേ, ദൈവത്തിന്റെ ആത്മാവ് ചിലരെ എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ. ഫേബ ഷാജൻ, ആമേ, പ്രിയ സിസ്റ്ററിനെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് ഇങ്ങനെ ഒരു ആലോചന കൈമാറുന്നു. അധികമൊന്നും പ്രവർത്തിക്കാതെ, അധികമൊന്നും സംസാരിക്കാതെ, അധികമൊന്നും ക്ലേശം അനുഭവിപ്പാൻ കഴിയാതെ ദൈവത്തിന്റെ ആത്മാവ് ഒരു വിടുതലയക്കാൻ പോകുകയാ. ദൈവം തന്നെ ഇറങ്ങി വന്ന ചില വ്യക്തി ജീവിതങ്ങളെ ആമേ ചില വിഷയങ്ങൾക്ക് വേണ്ടി ആമേ നിയോഗിക്കുവാൻ പോകുകയാണെന്ന് ദൈവാത്മാവ് ആലോചന അറിയിക്കുകയാ. ആമേൻ. ഇന്ന് രാത്രി ചില പതിയിരിപ്പുകാരെ തന്റെ ജനത്തിനു വേണ്ടി ഒരുക്കിയിട്ട അവരെ നിർമൂലമാക്കി നശിപ്പിച്ചു കളയുന്ന ദൈവമഹത്വം രാത്രി ഓർക്ക. ആമേൻ. അവരുടെ ശവങ്ങൾ ആമേൻ ചാടിപ്പോകാതെ വണ്ണം, ഒരു വ്യക്തി പോലും ചാടിപ്പോകാതെ വണ്ണം ആമേൻ അവരെ ശവങ്ങളാക്കി കളഞ്ഞ ആമേൻ ദൈവ സാന്നിധ്യത്തെ ഇന്ന് രാത്രി തിരിച്ചറിയുമെങ്കിൽ എൽജിൻ ജെയിംസ്, പ്രൈസ് ദി ലോർഡ്, ദിവസങ്ങളില് കർത്താവിന്റെ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവ പൈതലാകുന്നു എന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. നിശ്ചയമായും ദിവസങ്ങളിൽ ദൈവം ചില പതിയെരുപ്പുകാരെ ശുശ്രൂഷ തലത്തിനകത്തു നിന്ന് മാറ്റിക്കളയുകയാണ്. അതിരിനെ വിസ്താരപ്പെടുത്തുന്ന,
യെസ്, ദൈവദാസനാണോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ചില പതിയിരിപ്പുകാരെ ശുശ്രൂഷയ്ക്ക് വിഘ്നം വരുത്തുവാൻ, ആമേ ചില സ്ഥാനത്ത് നിന്ന് മാറ്റിക്കളയുവാൻ, ആമേ നിൽക്കുന്ന ചില പതിയിരിപ്പുകാരെ ദൈവത്തിന്റെ ആത്മാവ് ചലിപ്പിക്കാൻ തുടങ്ങുകയാ. ആമേൻ. അവരുടെ മുൻപിലാ ആമേൻ ദൈവ മഹത്വം ശുശ്രൂഷയിലും കുടുംബത്തിലും വ്യാപരിക്കപ്പെടുവാൻ പോകുകയാണെന്ന പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് ഇടപെടുന്നു. ആമേൻ. അവരെ നശിപ്പിക്കുക മാത്രമല്ല, ദൈവജനത്തിന് എപ്പോഴും ഒരു അഡീഷണൽ ബോണസ് ഉണ്ടല്ലേ. കർത്താവ് ഇന്നലെ രാത്രിയിൽ നമ്മൾ കേട്ടതാ, കർത്താവ് അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കി വയറ് നിറയെ ആമേൻ പുരുഷാരത്തിന് കൊടുത്തു. സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ആമേൻ എല്ലാവർക്കും കൊടുത്തിട്ടും കുട്ടകൾ നിറയെ ശേഷിച്ചു. 12 കുട്ട ശേഷിക്കുന്നു, 7 കുട്ട ശേഷിക്കുന്നു. ഒരു ശേഷിപ്പ് ദൈവജനത്തിന്റെ അവകാശമാണ്. ആമേൻ. ശത്രുവിന്റെ കരത്തിൽ നിന്ന് ചിലതിനെ ശേഷിപ്പിച്ച് നമ്മൾക്ക് വരുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ടല്ലോ, അത് വളരെ വലുതാ. നാം വിചാരിക്കും, ആമേൻ നമ്മുടെ പ്രയത്നം വിഫലമായി പോയി, നമ്മുടെ സമയം നിഷ്ഫലമായി പോയി, ആമേൻ നമ്മുടെ നാളുകളെ ശത്രു പിടിച്ചു വെച്ചു, സാഹചര്യം നമ്മുടെ നാളുകളെ ഒതുക്കി വെച്ചു. എന്റെ ഇത്ര പ്രായത്തിനുള്ളിൽ ഇത്ര കാര്യം ചെയ്യാമായിരുന്നു, അത് നടന്നില്ല. ഇത്ര പ്രായത്തിനുള്ളിൽ കമ്പയർ ചെയ്യും അല്ലെ, നമ്മൾ പലതുമായിട്ടും പല വ്യക്തികളുമായിട്ടും നാം കമ്പയർ ചെയ്യും. ആമേൻ. അത് നടക്കാതെ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തൊരു നിരാശ വരും. അങ്ങനെയുള്ളവരോട് ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നത്, ആമേൻ നാം അതിനെ ഓർക്കണ്ട, നാം അതിനെ ഭയപ്പെടണ്ട. ആമേൻ. ഒരു ശേഷിപ്പ് നമ്മുടെ കരത്തിൽ തരാൻ നമ്മുടെ പിതാവ് വിശ്വസ്തനാണ്. ആമേൻ. ദൈവഹിതപ്രകാരമാണോ ഞാനും നിങ്ങളുമായിരിക്കുന്നത്? ദൈവിക പദ്ധതിക്കുള്ളിലാണോ ഞാനും നിങ്ങളുമായിരിക്കുന്നത്? ആമേൻ. നമ്മുടെ തകർച്ച കാണുവാൻ നോക്കി നിൽക്കുന്ന ശത്രുക്കളുടെ മുൻപിലാ, നാം തകർന്നെന്ന് പറഞ്ഞവരുടെ മുൻപിലാ നമ്മുടെ ജീവൻ മാത്രമല്ല കർത്താവ് നൽകുന്നതാ, ചില കൊള്ളയെ കൂടെ നമ്മൾക്ക് തരുവാൻ എന്റെ ദൈവം വിശ്വസ്തനത്രേ. അവിടെ എഴുതിയിരിക്കുകയാണ്, ആമേൻ അവരെ കൊള്ളയിടുവാൻ ചെന്നപ്പോൾ ആമേൻ അനവധി സമ്പത്തും വസ്ത്രവും വിശേഷ വസ്തുക്കളും അവർക്ക് ചുമന്നുകൊണ്ട് പോകുവാൻ വഹിയാത്ത നിലവാരത്തിലുള്ള നന്മകൾ ചില കുടുംബങ്ങൾക്കകത്ത് നിന്ന് ആമേൻ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ചില ശൂന്യതകളെ കർത്താവ് എടുത്തു മാറ്റും. ഈ ദിവസങ്ങളിലെ ഉപവാസവും പ്രാർത്ഥനയും ഒന്നും വൃഥാവല്ല. ആമേൻ. വീടിനുള്ളിലെ സമയത്തെ ജോലി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട്, എനിക്കറിയാം ഈ ഡിവൈസ് ഓൺ ആക്കി ഇരിക്കുമ്പോൾ ഓരോ ഭവനത്തിലും വ്യക്തിപരമായും ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളെ പറ്റി നല്ല ഗ്രാഹ്യമുണ്ട്. ആമേൻ. ദൈവജനമേ പറയട്ടെ, ഇതൊന്നും വൃഥാവായി പോകത്തില്ല കേട്ടോ. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ചില കൊള്ളകൾ നിങ്ങൾക്ക് തരുവാൻ, ആമേൻ ചില ശേഷിപ്പുകൾ നിങ്ങൾക്ക് തരുവാൻ, ഈ ദിവസം വരെ നിങ്ങളുടെ കൊട്ട ശൂന്യമാണോ? ആമേൻ. നിങ്ങളുടെ പടക് ശൂന്യമാണോ? വല കീറുമാറ് നിറയ്ക്കുന്നവൻ ഇന്ന് രാത്രി നമ്മുടെ പടകിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്നത്. നമുക്കറിയാം, അദ്രിയക്കടലിന്റെ ആഴങ്ങളില് മുങ്ങിപ്പോകുമെന്ന ഭീതിയോടെ ഭയത്തോടെ ഇരിക്കുന്നവരോട് പൗലോസ് പറയുന്നു, ഇല്ല, നിങ്ങളിൽ ആർക്കും ജീവഹാനി വരത്തില്ല. സാഹചര്യം പ്രതികൂലമാ, ആമേൻ പടക് മുങ്ങിപ്പോകും, കപ്പൽ തകർന്നു പോകും, തിരയും കാറ്റും കോളുമാറും. എന്നാൽ ദൈവഭക്തരെ, ദൈവത്തിന്റെ വചനത്തിൽ ഇന്ന് രാത്രി ഒന്ന് വിശ്വസിക്ക, അവനിലൊന്ന് ഉറച്ചു നിൽക്ക, അവനിലൊന്ന് ധൈര്യപ്പെട. നിന്റെ പ്രാണനെ തൊടുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. നിനക്കൊരു ശേഷിപ്പ് റോമിൽ ഒരുക്കിയിട്ടുണ്ട്. നിനക്ക് സ്വന്തമെന്ന് പറയുവാൻ ചിലതിനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്നു, കൊള്ളയിടുവാൻ വന്ന, നശിപ്പിച്ചു കളയുവാൻ വന്ന, തന്റെ അവകാശത്തിന് അകത്തു കടന്നു വന്ന, സൈന്യത്തിന്റെ കരത്തിലുള്ള, ജാതീയ ശക്തികളുടെ കരത്തിലുള്ള സകലത്തെയും അവന്റെ കരത്തിൽ കൊടുത്ത ദൈവത്തിന്റെ മഹത്വം ഒന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് ഒത്തിരി മെസ്സേജ്, എനിക്കറിയാം ഇതിനകത്ത് വചന പാണ്ഡിത്യമുള്ളവരും അനേകം മെസ്സേജ് കേട്ടവരും ഒക്കെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ വേദഭാഗങ്ങളിൽ കൂടി അനേക പ്രാവശ്യം കടന്നുപോയവരുമാ. ഒരു പ്രാവശ്യം കൂടെ ആമേൻ ആ തലത്തിലേക്കൊന്ന് ഇറങ്ങുന്നത് നമുക്കൊരു ഉറപ്പാ. ആമേൻ. ചിലത് നമ്മൾ ഇന്ന് രാത്രി കൊള്ളയിടാൻ പോകുകയാ. ആമേൻ. തടഞ്ഞു വെച്ച ചിലത്
നമ്മുടെ കരത്തിൽ ഇരിക്കേണ്ടത് മാറിപ്പോയ ചിലത് ഇന്ന് രാത്രി നാം ചുമക്കുവാൻ പോകുകയാ. ഇന്ന് രാത്രി അതിനുള്ള ബലം നാം പ്രാപിക്കണം. ആമേൻ. അനവധിയായ നന്മകൾ ആമേൻ കഴിഞ്ഞ നാളുകളിൽ തകർത്തു കളഞ്ഞെങ്കിലോ, ആമേൻ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, പ്രിയ ബ്ലെസ്സഡ് സിസ്റ്ററെ, ഹല്ലേലൂയ, കർത്താവ് ദിവസങ്ങളിലോ ആമേൻ ആ പീരീഡിനെ ഓർക്കാതെ വണ്ണം, ആ കാലഘട്ടത്തെ ഓർക്കാതെ വണ്ണം ദൈവത്തിന്റെ ആത്മാവ് നിശ്ചയമായി ഒരു പുതുവഴി തുറക്കും കേട്ടോ. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവയിൽ വിശ്വസിപ്പീൻ. 20-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം, യഹോവയിൽ വിശ്വസിപ്പീൻ, അവനിൽ ഉറച്ചു നിൽപ്പീൻ, അവന്റെ പ്രവാചകന്മാരെയും ഇന്ന് രാത്രി വിശ്വസിക്ക. അസാധ്യമാ, സാധ്യത്തിന്റെ അകത്ത് തന്നെയാ. പ്രായം പോയി, ആമേൻ, വലിയൊരു ഗ്യാപ്പാ. യെസ്, രാത്രി വിശ്വസിപ്പാൻ കഴിയുമോ? ഇല്ല കർത്താവേ, ഞാൻ ആ നന്മയെ ചുമക്കും, ഞാൻ ആ നന്മയെ കാണും, ഞാൻ ആ നന്മയെ അനുഭവിക്കും. ആമേൻ. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്. പറഞ്ഞേ, ഞാനൊരു യഹോവ ഭക്തയാ, എനിക്ക് ഇന്ന് രാത്രി ഒരു ദൃഢധൈര്യമുണ്ട്. ഈ ദേശത്തിന്റെ നന്മ ഞാൻ കാണും. ചില നാളുകളായി എന്റെ ജീവിതത്തിൽ നിന്ന് ആ നന്മ മാറ്റപ്പെട്ടിരിക്കുകയാ, ആ അനുഗ്രഹം മാറ്റപ്പെട്ടിരിക്കുകയാ. എന്നാൽ അത് തുറക്കുന്ന ദിവസം അത്രേ. ആമേൻ. കണ്ടീഷൻ ഉണ്ട്. ദൈവ സന്നിധിയില് സമയത്തെ വേർതിരിച്ചിരിക്കണം. ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവസനയിൽ സമർപ്പിക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവസനയിൽ ആമേൻ ആവലോടെ ആയിരിക്കുമെങ്കിൽ വാഗ്ദത്തം നിശ്ചയമായി പ്രാപിക്കുക തന്നെ ചെയ്യും. അവിടെ എഴുതിയിരിക്കുന്നു, യഹോവ ഇസ്രായേലിന്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്തു എന്ന് കേട്ടപ്പോൾ. ആര് യുദ്ധം ചെയ്തു? യഹോശഫാത്ത് യുദ്ധം ചെയ്തു? യഹോശഫാത്തിന്റെ സൈന്യം യുദ്ധം ചെയ്തു? അല്ല, ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു, യഹോവ. യഹോവ. സിസ്റ്റർ സുലു ശങ്കർ ദൈവദാസിയോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, യഹോവ യുദ്ധം ചെയ്തു എന്ന് പറയുവാൻ ചില മുഖാന്തരങ്ങളിൽ കൂടിയാ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നത്. മറുപടി വെളിപ്പെടാൻ പോവാ സിസ്റ്റർ. സിസ്റ്റർ സുലു പ്രാർത്ഥിച്ചതല്ല, എക്സോർബായി പ്രാർത്ഥിച്ചതല്ല, യഹോവ ഇറങ്ങി വന്ന് യുദ്ധം ചെയ്തു. ഇന്ന് രാത്രി ഒരു അത്ഭുത സാക്ഷ്യത്തിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ഒരുക്കുകയാണ്. ഏറ്റെടുത്താട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിന്റെ ദാസിയ. എന്നാൽ ദൈവാത്മാവ് പറയുന്നു, ഇന്ന് രാത്രി ഒരു യുദ്ധത്തിന്റെ, ഒരു ശ്രുതിയുടെ മുൻപിൽ, ആമേൻ, ഒരു കേൾവിയുടെ മുൻപിൽ ദൈവത്തിന്റെ ആത്മാവ് ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. റിസൾട്ട്, യഹോവ ഇസ്രായേലിന്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്തു. ഇന്ന് രാത്രി എനിക്കും നിങ്ങൾക്കും നേരെ എഴുന്നേൽക്കുന്ന ചില വിഷയങ്ങളെ പിടിച്ചു കെട്ടാൻ, ആമേൻ, എനിക്കും നിങ്ങൾക്കും നേരെ എഴുന്നേൽക്കുന്ന ചില മല്ലന്മാരെ പിടിച്ചു കെട്ടാൻ, യെസ്, ചില ഗോലിയാത്തിന്റെ ശക്തികൾ വെല്ലുവിളിച്ച് കടന്നു വരുമ്പോ, ആമേൻ, അവിടേക്കൊരു ബാലകൻ കടന്നു ചെല്ലുകയാ. ഗഥിനായിരിക്കുന്ന ഗോലിയാത്തിനെ തോൽപ്പിച്ചു കളയുവാൻ, തന്റെ സഹോദരങ്ങളുടെ ക്ഷേമവിവരം അറിയുവാൻ അപ്പൻ പറഞ്ഞയക്കുന്ന ഒരുവൻ, ഒരു പറമലരും 10 അപ്പവും സഹസ്രാധിപന് കൊടുക്കുവാൻ 10 വാൽക്കട്ടിയുമായി ഇറങ്ങി ചെല്ലുന്നവന്റെ മുൻപില് യഹോവയെ നിന്ദിച്ച ശത്രുവിന്റെ തല, ആമേൻ, അവന്റെ ആയുധം കൊണ്ടെടുക്കുവാൻ ദൈവാത്മാവ് അഭിഷേകം നൽകിയെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് രാത്രി യുദ്ധം യഹോവയ്ക്കുള്ളത്, യുദ്ധം യഹോവയ്ക്കുള്ളത്. യഹോവ ഇസ്രായേലിന്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്തു എന്ന് കേട്ടപ്പോൾ യഹോശഫാത്തിനെ പറ്റിയുള്ള ഭീതിയല്ല, അവരുടെ സൈന്യത്തെ പറ്റിയുള്ള ഭീതിയല്ല. വചനത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവത്തിന്റെ ഭീതി ആ ദേശത്ത് വീണു. നമ്മൾ പാർക്കുന്ന ദേശം നമുക്ക് അനുകൂലമല്ലായിരിക്കാം. യെസ്, നമ്മൾ കടന്നു പോകുന്ന ശുശ്രൂഷ മേഖലകൾ ഇന്ന് രാത്രി നമുക്ക് അനുകൂലമല്ലായിരിക്കാം. നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലായിരിക്കാം.
എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായി ആലോചന പറയുകയാ, ആ ദേശത്തിന്റെ അകത്ത് ദൈവത്തിന്റെ ഭീതി വെളിപ്പെടുമാറ് ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുകയാണ്. നമ്മൾ ആയിരിക്കുന്ന ആ ദേശത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിപ്പാൻ നിയോഗിക്കപ്പെട്ടവരാണ് നമ്മള്. ആമേൻ. ദൈവസന്നിധിയിൽ ദൈവനാമത്തിന് മഹത്വം കൊടുക്കാതെയും ദൈവസന്നിധിയിൽ വേണ്ടും പോലെ ആകാതെയും ഇരുന്ന ചില കാലഘട്ടങ്ങളൊക്കെ എന്റെയും ജീവിതത്തിലുണ്ട്. പേര് ഒരു വിശ്വാസി, ഒരു ഉപദേശിയുടെ മകളെന്നൊക്കെയാ. എന്നാൽ അതിനപ്പുറത്തേക്ക് ദൈവമഹത്വം കൊടുക്കാതെയും ദൈവിക സാന്നിധ്യം അനുഭവിച്ചറിയാതെയും ഒക്കെ ഇരുന്ന നാളുകളുണ്ട്. എന്നാൽ യഹോശാഫാത്തിന്റെ ജീവിതത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ദൈവകരം എനിക്ക് വേണ്ടി വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു തിരിച്ചറിവുണ്ടായി, കർത്താവേ, ഈ ദേശത്ത് കർത്താവിന്റെ കരം ചലിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? ഞാൻ കഷ്ടം അനുഭവിച്ച ദേശമാ, ഞാൻ കണ്ണുനീർ അനുഭവിച്ച ദേശമാ, ഞാൻ നിന്ദ അനുഭവിച്ച ദേശമാ, ഞാൻ പരാജയപ്പെട്ട ദേശമാ, ഞാൻ ഭീതി അറിഞ്ഞ ദേശമാ. കർത്താവെ, നീ ആ ദേശത്തെ ഒന്ന് അനുഗ്രഹിക്കണം. ഒരു ശേഷിപ്പ് കർത്താവെ, നീ എന്റെ ദേശത്തെ എനിക്ക് വേണ്ടി ഒരുക്കണം. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ചില ദേശങ്ങൾ നമ്മളെ തകർത്തെങ്കിൽ, ചില ദേശത്തിന്റെ അനുഭവങ്ങൾ നമുക്ക് വേദനയായി മാറിയെങ്കിൽ, ഇന്ന് രാത്രി നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. നമ്മുടെ ഹൃദയത്തിനകത്തൊരു ധൈര്യമുണ്ട്. ഇല്ല, ദൈവത്തിന്റെ ഭീതി ഈ ദേശത്ത് നിറയും. എന്റെ ദൈവത്തിന്റെ നാമം ഈ ദേശത്ത് പ്രഘോഷിക്കപ്പെടും. ആ ദേശങ്ങളിലെ സകല രാജ്യങ്ങളിൽ മേലും വന്നു. അവിടെ എഴുതിയിരിക്കുന്നു, ദൈവം അവന് ചുറ്റും വിശ്രാമം നൽകിയത് കൊണ്ട് യഹോശാഫാത്തിന്റെ രാജ്യം സ്വസ്ഥമായിരുന്നു. ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഇന്ന് രാത്രി ദൈവജനത്തിന്റെ സ്വസ്ഥതയെ തകർക്കുന്നത്, സമാധാനത്തെ തകർക്കുന്നത്, ധൈര്യത്തെ കെടുത്തിക്കളയുന്നത് ഇന്ന് രാത്രി അത് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇന്ന് രാത്രി ചില വിഷയങ്ങൾക്ക് അവസാനം കുറിക്കുന്ന ദിവസമായി മാറട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവീൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും പ്രതിഫലവും വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന പറവീൻ. ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവീൻ, നിങ്ങൾ ഭയപ്പെടേണ്ട. ഇന്ന് രാത്രി ഉറപ്പ് പ്രാപിച്ച, വിശ്വസിച്ച, വിടുതൽ പ്രാപിച്ച അഭിഷക്തന്മാർ, അഭിഷക്തമതികൾ, ദൈവജനം ഒരുമിച്ച ഈ നിമിഷം മുതൽ നമ്മുടെ ചുറ്റുപാടുകളോട്, നമ്മുടെ സഹജനത്തോട്, നമ്മുടെ കൂട്ടുവിശ്വാസികളോട്, നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന പ്രാർത്ഥനാ വിഷയങ്ങളോട് നാം ഒരു ഉറപ്പ് കൊടുക്കണം. നിങ്ങൾ ധൈര്യപ്പെടാം, ഭയപ്പെടേണ്ട, ദൈവമുണ്ട് നിങ്ങളുടെ കൂടെ. ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും പ്രതിഫലവും വരുന്നു. നിന്നെ തകർക്കുവാൻ നോക്കിയ ശത്രുവിന്റെ നേരെ ഒരു പ്രതികാരം വരാൻ പോകുകയാ. നീ വിശ്വസ്തയോടെയാണോ നിനക്കൊരു പ്രതിഫലവും വരാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. വെല്ലുവിളിച്ച, തകർത്ത് കളയുമെന്ന് പറഞ്ഞ വിഷയങ്ങളോട് ഇന്ന് രാത്രി പറഞ്ഞേ, നിനക്കൊരു പ്രതികാരകനുണ്ട്. ആ വിഷയത്തെ നോക്കി, അതിന്റെ പിറകിൽ വ്യാപരിക്കുന്ന ഇരുളിന്റെ അന്ധകാരത്തിന്റെ ആധിപത്യത്തെ നോക്കി, ദൈവജനത്തെ തകർത്ത് കളയുന്ന ദുഷ്ടാത്മ സേനകളെ നോക്കി ഒന്ന് പറഞ്ഞേ, നിനക്കൊരു പ്രതികാരകൻ വരുന്നുണ്ട്. ഉറച്ചു നിൽക്കുന്ന, വിശ്വസിക്കുന്ന, കൃപയിൽ നിൽക്കുന്ന എനിക്കൊരു പ്രതിഫലമുണ്ട്. ഒരു വാടാത്ത കിരീടം ഇന്ന് രാത്രി എനിക്ക് അവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രതിഫലമേറുന്ന നാളുകള് അവന്റെ സിംഹാസനത്തിന് മുൻപിൽ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അവൻ വന്ന് നമ്മെ രക്ഷിക്കും. ഇന്ന് രാത്രി രക്ഷ യഹോവയ്ക്കുള്ളതത്രേ. നമ്മുടെ വീണ്ടെടുപ്പുകാരനാകുന്ന, നമ്മുടെ ശാശ്വത പാറയാകുന്ന ക്രിസ്തുവേശുവിൽ ഇന്ന് രാത്രി ധൈര്യപ്പെടുമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവൻ
എന്റെ മക്കൾക്ക് ശരണമുണ്ടാകും. ആമേൻ. മോശ എഴുതിയിരിക്കുന്നു, കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാ. ഇന്ന് രാത്രി നമ്മുടെ തലമുറകൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവിക കരം. ആമേൻ. നാം നേടിയത്, നാം പ്രാർത്ഥിച്ചത്, നാം ഉപവസിച്ചത്, ആമേൻ, നമ്മിൽ കൂടി മാത്രമല്ല അടുത്ത തലമുറയിലേക്ക്, അത് ദൈവത്തിന്റെ ഒരു വലിയ വാഗ്ദത്തമാണ് കേട്ടോ. അടുത്ത തലമുറയിലേക്ക് പകരപ്പെടുന്ന അഭിഷക്തന്മാരോട്, ആമേൻ, കർത്താവിന്റെ വേലക്കാരോട് പറയട്ടെ, നിങ്ങൾ ദൈവസന്നിധിയിൽ നേടിയ നിങ്ങളുടെ ആത്മിക തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യുന്ന, ആമേൻ, ഒരു വലിയ, ആമേൻ, ഹല്ലേലൂയ, പദവി നിങ്ങൾക്ക് കർത്താവ് നൽകുവാൻ പോകുകയാ. അടുത്ത തലമുറയിലേക്ക്, നിങ്ങളുടെ ആത്മിക തലമുറയിലേക്ക് നിങ്ങൾ മൂലം ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന നിങ്ങളുടെ ആത്മിക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവ് ചിലത് കരുതിയിട്ടുണ്ട്. ആമേൻ. നമ്മുടെ ജഡത്തിൽ നിന്ന് ഉത്ഭവിച്ച, ആമേൻ, നാം നൊന്ത് പ്രസവിച്ച നമ്മുടെ തലമുറകളെ കാട്ടിലും ദൈവസന്നിധിയിൽ, ആമേൻ, നമ്മോടുകൂടെ കർത്താവ് എണ്ണുന്നത് നമ്മുടെ ആത്മിക തലമുറകളെ ആകിയാൽ ഇന്ന് രാത്രി അങ്ങനെയുള്ള തലമുറകൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ദൈവിക ശുശ്രൂഷയുടെ മധ്യത്തിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾക്കുള്ള പ്രതിഫലം വേഗം വരികയാ. ആമേൻ. നിങ്ങൾക്കൊരു പ്രതിഫലം ഈ ഭൂമിയിലുണ്ട്, നിശ്ചയമാ. കർത്താവിന്റെ വേറെ നിൽക്കുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. ആമേൻ. ആമേൻ. ചങ്ങലയും ചമ്മട്ടിയും കല്ലേറും നിന്നയും ഒക്കെ അനേകം ജീവിതത്തിന്റെ നാളുകളിൽ, ഏടുകളിൽ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ അതിന്റെ ഒക്കെയും അപ്പുറത്ത്, യെസ്, ഹല്ലേലൂയ, കർത്താവ് ഒരുക്കുന്ന ഒരു പ്രതിഫലം എന്താണെന്ന് അറിയാമോ? ആമേൻ. നാം രുചിച്ച കണ്ണുനീരിന്റെ ഉപ്പുരസം നോക്കിയിട്ടല്ല, കണ്ണുനീർത്തുള്ളിയുടെ എണ്ണം നോക്കിയിട്ടല്ല, ആത്മാക്കളെ കണ്ടിട്ട്, യെസ്, ചിലരെ കൂടെ ആദായപ്പെടുത്തുവാൻ. ആമേൻ. പ്രിയാനി ബേബി പാസ്റ്ററെ, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. നമ്മുടെ സൂമിനകത്ത് കടന്നു വരുന്നവര് ആത്മികമായും ഭൗതികമായും അനുഗ്രഹം പ്രാപിക്കുന്നതോടൊപ്പം, ആമേൻ, നമുക്ക് ചില ആത്മാക്കളെ നേടുവാൻ. യെസ്, ഈ മീറ്റിംഗില് ചില ആത്മാക്കൾ കടന്നു വരട്ടെ. യെസ്, ഹല്ലേലൂയ. ചില പുതിയ ആത്മാക്കളെ കണ്ട ഞാൻ ഈ രഹോബോത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രിയിൽ കൂടിയാണ് കർത്താവിനെ അറിഞ്ഞതെന്ന് പറയുന്ന ചില ആത്മിക സന്തതികളെ കണ്ട് ആ പ്രതിഫലം കാണുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി സഹായിക്കേണ്ടതിന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചാട്ട്. യെസ്, ദൈവത്തിന്റെ ആത്മാവ് ദിവസങ്ങളില് നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഏറ്റവും അധികം ഉറപ്പാക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. 3 യാമങ്ങളും, ആമേൻ, മുങ്ങിപ്പോകുമാറ്, ആമേൻ, പടകിൽ പ്രതികൂലം വന്നാൽ 4-ാമത്തെ യാമത്തിൽ ഇറങ്ങി വന്ന നമ്മുടെ കരം പിടിച്ച, ആമേൻ, നമ്മെ ജയാളികളായി നിർത്തുന്നവൻ നമ്മുടെ നടുവിൽ ഇന്ന് രാത്രി കടന്നു വന്നിട്ടുണ്ട്. വിശ്വസിക്കുക. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ, എല്ലാ ഹൃദയങ്ങളും ദൈവസന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കപ്പെടട്ടെ. ആമേൻ. ഒത്തിരി ദൈവിക സന്ദേശങ്ങൾ നാം കേൾക്കുന്നവരാ, ഒത്തിരി ദൈവിക ആലോചനകളുടെ ഒരു വലിയ, ആമേൻ, കെട്ട് നമ്മളുടെ കയ്യിലുണ്ട്. എന്നാൽ ഇന്ന് രാത്രി കാലം അത് പ്രാപിച്ചെടുക്കുന്നതിന് തടസ്സമായി കടന്നു വന്നിട്ടുള്ള നമ്മുടെ അവിശ്വാസത്തിന്റെ വിത്തുകളെ, ആമേൻ, ഇന്ന് രാത്രി നമുക്ക് മുറിച്ചു മാറ്റാം. ആമേൻ. ആമേൻ. അതിൽ ഉറച്ചു നിൽക്കുന്നതിൽ തടസ്സം വരുന്നതിനെ ഇന്ന് രാത്രി നമുക്കൊന്ന് എടുത്തു മാറ്റാം. യെസ്, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. യെസ്, ഇന്ന് രാത്രി അത്ഭുതമായി ഈ ആമേൻ സൂം മീറ്റിംഗിൽ ഇന്ന് രാത്രി ജോയിൻ ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ പ്രതിഫലം കാണുവാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കേണ്ടതിനാ ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി പിന്നെയും ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാനും അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടുവാനും ദൈവിക, ആമേൻ, വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനും ദൈവസ്വരം ശ്രവിപ്പാനും സ്വർഗം ഞങ്ങളെ ഒരുമിച്ച് സഹായിച്ചു. കർത്താവെ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് കേട്ട ദൈവശബ്ദം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൃഢധൈര്യത്തിന് കാരണമായി മാറട്ടെ. പലപ്പോഴും ഞങ്ങളുടെ ജീവിത പടകില് ഭയം കയറി വരുമ്പോൾ, ഞങ്ങൾ തകർന്നു പോയി എന്ന് സാഹചര്യം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുമ്പോൾ, യഹോശഫാത്ത് ദൈവസന്നിധിയിൽ
ആമേ തന്റെ പ്രജകളെ മുഴുവനും കൂട്ടിവരുത്തി ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്ത ആമേൻ ഒരു വലിയ വിടുതൽ പ്രാപിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ ക്രമീകരിച്ച ആമേൻ പ്രാർത്ഥിച്ച് ഉപവസിച്ച് വിശ്വാസത്തോടെ ചുവടുകളെ വെച്ച ഞങ്ങളുടെ വാഗ്ദത്തങ്ങളെ പ്രാപിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കേണ്ടതിനായി ഞങ്ങളെ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ, വിവിധ ടൈം സോണുകളിൽ, ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് ഞങ്ങൾ ജോയിൻ ചെയ്തിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ പാർക്കുന്ന ദേശത്ത് ദൈവത്തിന്റെ ഭീതി വെളിപ്പെടേണ്ടുന്ന ചില അനുഭവങ്ങളുണ്ട്. ആമേൻ. കർത്താവ് അതിന്റെ മധ്യത്തിൽ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ചില ആത്മാക്കളെയും മിനിസ്ട്രിയിൽ കൂടി നേടുവാൻ കർത്താവിന്റെ ദാസനെയും ആമേൻ കർത്താവ് കൂട്ടുവേലക്കാരെയും ദൈവം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും അങ്ങയുടെ നാമമഹത്വത്തിനായി തീരുന്നതിനായി സ്തോത്രം. അങ്ങ് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവസന്നിധിയിൽ കടന്നു വന്ന വചനം ശുശ്രൂഷിപ്പാൻ എനിക്ക് അവസരം ഒരുക്കിയ ബഹുമാന്യനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ അനി ബേബി പാസ്റ്ററോട്, എന്നെ ഈ മീറ്റിംഗിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ബഹുമാന്യ കർത്താവിന്റെ ദാസനോട്, മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ കർത്താവിന്റെ ദാസന്മാർ, കർത്താവിന്റെ ദാസിമാർ, മാതാപിതാക്കൾ എല്ലാവർക്കും ക്രിസ്തുവേശുവിലുള്ള നന്ദിയെയും വന്ദനത്തെയും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളെ ഓർക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളെ കുടുംബമായും സഭയായും നാളെ മുതൽ 40 ദിവസത്തെ ഉപവാസത്തിന് വേണ്ടിയുള്ള ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെയുമുള്ള ക്രമീകരണത്തോടു കൂടെ ആയിരിക്കുന്നു. നാളെ മുതൽ സെപ്റ്റംബർ മാസം 29-ാം തീയതി വരെ ആ വിഷയത്തെ നിങ്ങൾ ഓർക്കുക, പ്രാർത്ഥിക്കുക. ഞങ്ങളായിരിക്കുന്നിടത്ത് ഒരു ചെറിയ സ്ഥലം സഭയുണ്ട്. ആ സഭയെയും ഞങ്ങളുടെ കുടുംബജീവിതത്തെയും കർത്താവ് തന്ന 3 കുഞ്ഞുങ്ങളെയും ഓർത്ത എല്ലാ പ്രിയപ്പെട്ടവരും ഓർക്കുന്ന സമയത്ത് സ്തോത്രം ചെയ്യുവാൻ ദിവസനെ അപേക്ഷിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി നിങ്ങളുടെ മധ്യ കടന്നു വന്ന് ഐശ്വര്യമായി ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസിയോട്, സിസ്റ്ററോടുള്ള നന്ദിയെയും വന്ദനത്തെയും ഈ രാത്രികാലം അറിയിക്കുകയാണ്. ആമേൻ. സ്തോത്രം. നമ്മുടെ ചൊവ്വാഴ്ചകൾ നടക്കുന്ന ലേഡീസ് മീറ്റിംഗിൽ ഐശ്വര്യമായി കർത്താവ് ഓരോ ദിവസങ്ങളിലും അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസിമാരെ കൂട്ടിവരുത്തുന്നല്ലോ. വർഷിപ്പിനായ വചന ശുശ്രൂഷയ്ക്കായി പ്രത്യേകിച്ച് ബ്ലസ്സി സിസ്റ്ററെയും കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്ക് കേട്ടല്ലോ. നാളെ മുതൽ അവർ ഉപവാസത്തിലാണ്. ആ വിഷയത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ആമേൻ. സ്തോത്രം. യഹോശഫാത്തിന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ തന്ന ദൈവിക വചനത്തിന്റെ നങ്കൂരത്തിനായി സ്തോത്രം. ആമേ. നമുക്ക് റഹബോത്തിന്റെ ദാസൻ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ ആമേ വില കൊടുത്ത് ഈ മിനിസ്ട്രിയെ മുന്നോട്ട് നടത്തുന്നല്ലോ. കർത്താവിന്റെ അഭിഷേകത്തിനായി സ്തോത്രം ചെയ്യുന്നു. തന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. സിസ്റ്റർ ഓർത്ത് പ്രാർത്ഥിക്കാം. ആമേ. മീറ്റിംഗിൽ ആമേ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ആമേ ഹോസ്റ്റ് ചെയ്യുവാൻ കർത്താവിന്റെ ദാസി ആമേ വളരെ പ്രയാസപ്പെടുന്നു. മീറ്റിംഗുകൾ ഒത്തിരി ആവലോടെ പങ്കെടുക്കുന്നല്ലോ. കർത്താവിന്റെ ദാസി ഓർത്ത് സ്തോത്രിച്ചു. സാറാമ ആന്റി ജോയ്സ് ഒത്തിരി പേർ ആമേ പ്രൈസ് ലോർഡ് റെഗുലറായി മീറ്റിംഗിൽ കയറുന്നല്ലോ. മാസത്തിന്റെ ആദ്യ പ്രാരംഭ ദിവസങ്ങൾ നടക്കുന്ന 7 ദിവസ ഉപവാസ പ്രാർത്ഥനകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്നപേക്ഷിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥനയിൽ സഹകരിച്ചാട്ടെ. ഇപ്പോൾ നമ്മുടെ മധ്യേ ഇവാഞ്ചലിസ്റ്റ് അനിയൻ കുഞ്ഞു പാസ്റ്റർ ഉണ്ടല്ലോ. കർത്താവിന്റെ ദാസൻ ഈ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതായിരിക്കും. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസി ഇന്ന് രാത്രി ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസിയെ കർത്താവ് ആമേ സ്തോത്രം അവരുടെ ഉപവാസ പ്രാർത്ഥനകളെ ഓർത്ത് പ്രാർത്ഥിച്ചാട്ടെ. പ്രത്യേകിച്ച് അനുഭവി പാസ്റ്ററെ ഓർത്തും കുടുംബത്തെ ഓർത്തും റഹബോത്തിന്റെ മിനിസ്ട്രി ഓർത്തും പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ നമുക്ക് പിരിയാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. കർത്താവ് ദാസന് കൈമാറും. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിലുള്ള വിശ്വാസത്താൽ അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ഈ സൂം മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ഓരോ മാതാപിതാക്കളെയും കർത്താവിന്റെ ദാസന്മാരെയും ഇന്ന് ദൈവവചനം ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസി എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ കർത്താവിന്റെ ദാസന്മാരാകുന്ന ഞങ്ങൾ ഒരുമിച്ച് ഏക മനസ്സോടെ, ഏക ഹൃദയത്തോടെ, ഏക ആത്മാവിൽ ഞങ്ങൾ ഒരുമിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അവരുടെ കൂടെ വസിക്കുകയും കർത്താവേ, ഈ ദിവസങ്ങളിൽ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ ഞങ്ങളുടെ എല്ലാവരുടെ മേലും പകർന്ന് ഞങ്ങളുടെ വിളിയാലുള്ള ആശ മനസ്സിലാക്കി ആ ലഭിക്കപ്പെടുന്ന ശുശ്രൂഷകളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം കർത്താവിന്റെ രാജ്യ മഹത്വത്തിനായി
ഞങ്ങളിൽ നിന്ന് വെളിപ്പെടുവാൻ പിതാവേ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വസിക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശരീരമാകുന്ന മന്ദിരത്തെ അങ്ങ് ശുദ്ധീകരിക്കണമേ. അങ്ങയുടെ വചനത്താലും ആത്മാവിനാലും ഞങ്ങളെ ഒരുക്കണമേ. ഇന്ന് രാത്രി കേട്ട തിരുവചനം പോലെ ഈ ദിവസങ്ങൾ കർത്താവെ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ ഹിതം നിവർത്തിക്കപ്പെടേണ്ടതിന് ആത്മാവിന്റെ വചനത്തിന്റെ ശക്തിയാൽ കർത്താവെ ശത്രുവിനോട് പോരാടി നിൽക്കേണ്ടതിനുള്ള ബലം, അഭിഷേകം അവിടുന്ന് നൽകണമേ. അഭിഷേകത്തിന്റെ പുഷ്ടിയാൽ സകല നുകങ്ങളും തകർക്കപ്പെടുന്ന ആഴമേറിയ ഒരു അനുഭവം അങ്ങയുടെ മക്കൾക്ക് വേണ്ടി തുറക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച് ദൈവത്തിന്റെ വാഗ്ദത്ത നിവർത്തികൾ കണ്ട് അപ്പാ നിർജീവമായ അവസ്ഥകൾ മാറി ജീവന്റെ ആത്മ വ്യാപരിക്കുന്നത് കാണുവാൻ ഇന്ന് രാത്രി അങ്ങയുടെ ദാസന്മാരാകുന്ന നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാ. അങ്ങയുടെ കൃപ പെരുകട്ടെ. അങ്ങയുടെ ആത്മാവിന്റെ അളവറ്റ വലിപ്പം, ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരുന്ന അനുഭവം ഈ ദിവസങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കാരണം അങ്ങ് ഞങ്ങൾക്ക് പിതാവാണ്, അങ്ങ് ഞങ്ങൾക്ക് കർത്താവാണ്, അങ്ങ് ഞങ്ങളുടെ രക്ഷകനാണ്, അങ്ങ് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനാണ്, അങ്ങ് ഞങ്ങളുടെ അവകാശമാണ്. ഇന്ന് കേട്ടതുപോലെ ആ അവകാശമായ കിരീടം പ്രാപിക്കുവോളം ഞങ്ങളുടെ നല്ല ജീവിതത്തെ കർത്താവിനായി എപ്പോഴും ആയിത്തീരുവാൻ അവിടുന്ന് കൃപ നൽകണമേ. കർത്താവെ, അടുത്ത ദിവസം മുതൽ അങ്ങയുടെ ദാസി ബ്ലസ്സി കർത്താവിന്റെ ദാസി 40 ദിവസം ഫാസ്റ്റിംഗിൽ ഇരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവിടെ പരിവർത്തിക്കണം, സ്വർഗീയ ഹിതങ്ങൾ അവിടെ വെളിപ്പെടണം, വചനങ്ങൾ ശക്തമായി വെളിപ്പെടണം. കർത്താവ് ഏത് ഉദ്ദേശത്തിൽ അവർ ഇരിക്കുന്നുവോ ആ ഉദ്ദേശങ്ങൾ വ്യക്തമായി കർത്താവ് ഒരു വൻ മഴ തന്നെ ദേശത്ത് പെയ്യണം. ഒരു വൻ മഴ തന്നെ. വലിയ വാഗ്ദത്തങ്ങൾ അവർക്കുണ്ട്, വലിയ ആലോചനകൾ അവരുടെ മീതെ ഉണ്ട്. എന്നാൽ കർത്താവെ, ശക്തമായ വെല്ലുവിളിക്കുന്ന ചില ആഹാബിന്റെയും ഇസബേലിന്റെയും മുൻപിൽ ഒരു വലിയ സ്വർഗീയ അഗ്നി, യഥാർത്ഥമായ അഗ്നി ഇറങ്ങേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആത്മാവിൽ അവരെ നടത്തിയാട്ട്. പ്രത്യേകിച്ച് ലീഡ് ചെയ്ത അനിൽ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ കൃപ കൊണ്ട് നിറയ്ക്കണമേ. ഈ സൂം മീറ്റിങ്ങിനെ ലീഡ് ചെയ്യാനും ഇതിങ്ങനെ ക്രമീകരിക്കാനും ഒക്കെ ഒരുക്കിയ അനിൽ ബേബി പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ശക്തീകരിക്കണം. മറ്റു കർത്തൃദാസന്മാർക്കായി സ്തോത്രം, എല്ലാ ഭവനങ്ങൾക്കായി സ്തോത്രം. ഇതിൽ സംബന്ധിക്കുന്ന ഓരോ വ്യക്തികളെയും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരൊരു അനുഗ്രഹമാകട്ടെ കർത്താവേ. ഏതെങ്കിലും വ്യക്തികൾ രോഗത്താലോ വ്യത്യസ്ത ഭാരങ്ങളാൽ ആയിരിക്കുന്നെങ്കിൽ എൻ്റെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുമ്പോൾ, കർത്താവെ, ഞങ്ങളുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഭാരങ്ങൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. എല്ലാ ഭാരങ്ങളും നീങ്ങിപ്പോകട്ടെ. രോഗികൾ ഇന്ന് രാത്രി സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. അടയപ്പെടുന്ന വഴികളെല്ലാം തുറക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവുള്ള വിശ്വാസം വർദ്ധിക്കട്ടെ. ആത്മാവിന്റെ സാന്നിധ്യം അധികമായി അനുഭവിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടതിനായി നമുക്ക് ഒരുമിച്ച് നമ്മുടെ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിന് സന്തോഷത്തോടൊന്ന് സ്തോത്രം ചെയ്തേ. സ്തോത്രം, 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 സ്തോത്രം. പുത്രപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യവും വാഴ്വും അനുഗ്രഹങ്ങളും നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും, ഇന്ന് തിരുവചനം ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസിയോട്, നാം കേട്ട തിരുവചനത്തോട്, ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വ്യക്തികളോടും ഇന്നും എന്നാളും കർത്താവിന്റെ മേഘപ്രത്യക്ഷത വരെ അവിടുത്തെ കൃപയും സമാധാനവും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് നമുക്ക് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. God bless you all. ഒത്തിരി നന്ദി. കർത്താവിന്റെ ദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് പാസ്റ്റർ മാത്യൂസ് വർഗീസ് അവരോടുള്ള നന്ദിയെ അറിയിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസി എന്ന് ഞങ്ങളുടെ മീറ്റിംഗിൽ ദൈവദാസനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇടവന്നു. കർത്താവിന്റെ ദാസൻ ഞങ്ങളുടെ മീറ്റിംഗിൽ ശുശ്രൂഷിച്ചു. എല്ലാത്തിനുമായി നന്ദി അറിയിക്കുന്നു. ആമേൻ. അടുത്ത വെള്ളിയാഴ്ച കാണും വരെ കർത്താവിന്റെ ചെറുകടി നമ്മളെ മറക്കട്ടെ. God bless you and bless. ആമേൻ.
Pastor, praise the Lord.